മക്കളെ, നിങ്ങളുടെ +2 മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് സംഭവം ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിലും കുറച്ച് കൺഫ്യൂസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കുട്ടികൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ചാപ്റ്ററിൽ പറയുന്നത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്തെടുക്കാം, നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം. അപ്പം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണല്ലോ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. അപ്പോൾ എന്താണ് റിലേഷൻ, എന്താണ് ഫംഗ്ഷൻ എന്നൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവരാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഓർമ്മയില്ലാത്തവരാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് പൊടി തട്ടിയെടുക്കാം മക്കളെ. എന്തായിരുന്നു റിലേഷൻ? നമുക്കറിയാം, റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? R ഫ്രം A to B എന്ന് പറഞ്ഞായിരിക്കും അല്ലേ. അപ്പോൾ ഈ എയും ബിയും ഒക്കെ എന്താണ്? എയും ബിയും സെറ്റുകളാണ്. അപ്പോൾ സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കുള്ള റിലേഷൻ, അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്കുള്ള ഒരു ബന്ധം, ഒരു കണക്ഷൻ, അതാണ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. A = സെറ്റ് 1 2 3 എന്ന് ഞാൻ എടുത്തു. B = സെറ്റ് A, B എന്നും ഞാൻ എടുത്തു. അപ്പം ഞാൻ ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്കറിയാലോ A × B എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എങ്ങനെയായിരുന്നു എഴുതുക? അതായത് എയിലെ എലമെൻസും ബിയിലെ എലമെൻസും കൂടെ ഓർഡേർഡ് പെയറായിട്ട് എഴുതുന്ന സെറ്റാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് A ആയതുകൊണ്ട് ഫസ്റ്റ് എയിൽ എലമെൻ്റ് എടുക്കണം. 1, A, 1, B, 2, A, 2, B, 2, 3, A and 3, B. ഇതായിരിക്കും നമ്മുടെ A × Bയിലുള്ള എലമെൻറ്റ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറച്ച് റിലേഷൻസ് ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് R1 ഫ്രം A to B എന്ന് പറഞ്ഞ് ഞാൻ R1 അങ്ങ് എഴുതുവാണ്, ഒറ്റ ഡയറക്റ്റായിട്ട് എഴുതുവാണ്. 1A 1B എന്ന് എഴുതി. ആറിനെ ഞാൻ എങ്ങനെ എഴുതി? R1 1A 1B എന്ന് എഴുതി. ഇനി R2 എന്ന് പറയുന്ന ഒരു റിലേഷനെ ഞാൻ എഴുതുകയാണ് 2B 3A 3B. ഓക്കെ, ഈ രണ്ട് റിലേഷൻ സെയിം ആണോ? സെയിം അല്ല. രണ്ട് റിലേഷൻസ് ഞാൻ എഴുതി. ഇവിടെ നിന്ന് എഴുതിയത് അത് ഞാൻ ഈ കാണുന്ന A × Bയിൽ നിന്ന് കുറച്ച് എലമെൻറ്റുകൾ എഴുതി അങ്ങ് സെറ്റാക്കി എഴുതി, അത്രയേ ഉള്ളൂ റിലേഷൻ. അപ്പോൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ A × B എന്ന് പറയുന്നത് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുന്നതിൻ്റെ സബ്സെറ്റുകളാണ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ R1 ഇതിൻ്റെ സബ്സെറ്റിലെ ഈ 1 ഇതിനകത്തുണ്ട്, 1B ഇതിനകത്തുണ്ട്. ഞാൻ അത് രണ്ടും മാത്രം എടുത്ത് എഴുതി. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം? ഒരു റിലേഷൻ R ഫ്രം A to B എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് A × B എന്ന് പറയാം. A × B എന്ന് പറയാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു റിലേഷൻ എഴുതി, രണ്ട് റിലേഷൻ എഴുതി. നമുക്ക് എത്ര റിലേഷൻ എഴുതാൻ പറ്റും? എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടാവും? A × Bയുടെ സബ്സെറ്റ് ആണല്ലോ റിലേഷൻസ്. അപ്പോൾ A × Bക്ക് എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? യെസ്. ഇനി A × Bക്ക് എത്ര സബ്സെറ്റ് ഉണ്ട്? നമ്പർ ഓഫ് റിലേഷൻസ് ആണ് പറയുന്നത് കേട്ടോ. എന്താണ് വരിക? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് A × B. പറയൂ, A × Bക്ക് എത്ര സബ്സെറ്റുകളുണ്ട്? ഒരു സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. 2 n ഓഫ്, അതായത് ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത് 2 ആ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 2 n ഓഫ് A × B എന്ന് വരും. n ഓഫ് A × B എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് A ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് B വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 n ഓഫ് A ഇൻറ്റു n ഓഫ് B ആയിരിക്കും വരിക. ക്ലിയർ ആണ്? അപ്പോൾ ഈ കേസിൽ എത്ര എണ്ണം വരും? ഇവിടെ നമുക്ക് എത്ര റിലേഷൻ കിട്ടും? ഇവിടെ എയുടെ എലമെൻറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് A 3 ആണ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് B 2 ആണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത് 2 6. 64 റിലേഷൻസ് ആയിരിക്കും എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്? ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് റിവൈൻഡ് ചെയ്യാനുള്ളത് ഡൊമെയിനും റേഞ്ചും ആണ്. എന്തായിരുന്നു റിലേഷൻ്റെ ഡൊമെയിനും റേഞ്ചും എന്ന് പറയുന്നത്? മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഞാൻ ഇവിടുന്ന് ഈ R1ൻ്റെയും R2ൻ്റെയും ഡൊമെയിൻ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, R1 നോക്കിക്കേ, 1A, 1B. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഓർഡേർഡ് പെയറിൽ കാണുന്ന ഫസ്റ്റ് എലമെൻ്റ് ഇല്ലേ, അതാണ് നിങ്ങളുടെ ഡൊമെയിൻ ഓഫ് ദ റിലേഷൻ. അപ്പോൾ അവിടെ എന്താ വരുന്നത്? സെറ്റ് 1 ആണ് R1ൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് എന്തായിരിക്കും വരിക? റേഞ്ച് രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ കളക്ഷൻസ് ആണ്, രണ്ടാമത്തെ എലമെൻറ്റുകളുടെ കളക്ഷൻ. അപ്പോൾ ഇവിടെ എയും ബിയും വരും അല്ലേ. അപ്പോൾ ഇവിടെ R1ൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ വരിക? സെറ്റ് A, B വരും.
അങ്ങനെയാണെങ്കിൽ R2ൻ്റെ നിങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞേ ആ ഡൊമെയിൻ എത്രയായിരിക്കും? R2ൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ നമ്മൾ ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ, റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റിനുള്ളിൽ കോമയിട്ട് എഴുതുന്നതാണ് റോസ്റ്റർ ഫോം, സെറ്റിൽ പഠിച്ചത്. ഈ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പം ഓർഡേർഡ് പെയറിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആണ് എന്ത്, ഡൊമെയിൻ എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലല്ല കേട്ടോ, റിലേഷനിലാണ്. അപ്പോൾ ഇവിടെ 2 വരുന്നുണ്ട്, 2 3 വരുന്നുണ്ട്, പക്ഷെ ഒരു 3 എഴുതിയാൽ മതി. 2 3 ആണ് ഡൊമെയിൻ വരിക. ഇനി റേഞ്ച് എന്ത് വരും? രണ്ടാമത്തെ എലമെൻറ്റ് ബി എ ബി, എയും ബിയും അല്ലേ, സെറ്റ് എ ബി ആണ് റേഞ്ച് വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് റിലേഷനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ് റിലേഷൻ എന്ന് പഠിച്ചു. എത്ര റിലേഷൻസ് ഉണ്ടാവും ഒരു എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു റിലേഷൻ്റെ ഡൊമെയിനും റേഞ്ചും എന്താണെന്ന് പഠിച്ചു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിലെ, അതായത് +2-ലെ മേജർ ആയിട്ടുള്ള കൺസെപ്റ്റുകളിലേക്ക് നമുക്ക് കിടക്കാം. സിമ്പിൾ കൺസെപ്റ്റ്സ് ആണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു റിലേഷൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. നമുക്ക് എക്സാമ്പിൾ വെച്ച് അങ്ങനെ പറഞ്ഞു പോവാം. അപ്പം A = സെറ്റ് 1 2 3. 1 2 3 വിട്ടൊരു കളിയില്ല മക്കളെ നമുക്ക് സെറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സാമ്പിളൊക്കെ പറഞ്ഞപ്പോൾ 6 എയിൽ നിന്ന് ബിയിലേക്ക് എന്നാണ് പറഞ്ഞത്. 2 ഡിഫറെൻറ്റ് സെറ്റുകളാണ് പറഞ്ഞത്. പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ സേഫാണ്. നമുക്ക് ബി എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എടുക്കുന്ന റിലേഷൻസ് ഒക്കെ എവിടെ നിന്ന് എങ്ങോട്ടാണ്? എയിൽ നിന്ന് എയിലേക്ക് തന്നെയുള്ള റിലേഷൻസ് ആണ് എടുക്കുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ R from A from A to A, R from A to A ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എവിടെ നിന്ന് എന്തിൻ്റെ സബ്സെറ്റ് ആയിരിക്കും? A cross Aയുടെ സബ്സെറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ A cross A എന്ന് പറഞ്ഞാൽ എന്ത് വരും? A cross A എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഡേർഡ് പെയർ 1 1 വരും, 2 1 വരും, 2 2 വരും, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തന്നെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും A cross A എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. Set of all ordered pair xy such that x അല്ലെങ്കിൽ ഒരു 2x is equal to y. ഓക്കെ, എക്സും വൈയും എവിടെയുള്ളതാണ്? എയിലുള്ളതാണ്. ഞാൻ എന്താ ചെയ്ത? റിലേഷൻ ഡിഫൈൻ ചെയ്ത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ xy such that 2x equal to y, എക്സും വൈയും എവിടെയുള്ളതാണ്? എയിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധനം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മീനിങ്? ഇതിന് നമ്മൾ എന്താ പറയുക? സെറ്റ് ബിൽഡർ ഫോം എന്നാണ് പറയുക അല്ലേ? സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ 2x = y എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും മക്കളെ? R is equal to, അതായത് ഫസ്റ്റ് എലിമെന്റ് നമ്മൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് എലിമെന്റ് എന്തായിരിക്കണം? അതിന്റെ ഡബിൾ ആയിരിക്കണം അല്ലേ? ഇപ്പം നമ്മൾ ഫസ്റ്റ് എലിമെന്റ് എക്സ് എടുത്തു, ഫസ്റ്റ് എലിമെന്റ് 1 എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് എലിമെന്റ് എന്തായിരിക്കണം? അതിന് ഡബിൾ 2 എടുത്തു. 2 എടുക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? 2 ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ സപ്പോസ് രണ്ടാമത്തെ എലിമെന്റ് 2 എടുത്തു എന്ന് വിചാരിക്കാം. 2 എടുത്താൽ y എന്തായിരിക്കണം? 2 × x ആയിരിക്കണം. ഈ എടുത്ത എലിമെന്റ് ഡബിൾ ആയിരിക്കണം. നമ്മൾ അങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. പക്ഷെ 2 ന്റെ ഡബിൾ 4 ഇവിടെ ഉണ്ടോ? 4 ഇവിടെ ഇല്ല അല്ലേ? അപ്പം നമുക്കത് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ ഈ റിലേഷനെ ഇവിടെ നിർത്തും. 1 2 എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ റിലേഷനിൽ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ റിലേഷനെ ഈ 2x മാറ്റി 10x എഴുതി എന്ന് വിചാരിക്കാം. 10x, അതായത് ഞാൻ x1 എടുത്തു കഴിഞ്ഞാൽ y എന്തായിരിക്കണം? 10 × x. x1 എടുത്തു കഴിഞ്ഞാൽ y 10 ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്കത് റിലേഷനായിട്ട് എഴുതാൻ പറ്റുമോ? ഈ സെറ്റിൻ്റെ മേലെ റിലേഷനായിട്ട് എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ 1 ഉണ്ട്, പക്ഷെ 10 അതിനകത്തുണ്ടോ? 10 അതിനകത്ത് ഇല്ല. അപ്പം നമുക്ക് ഈ ഒരു റിലേഷൻ ഈ എയുടെ മേലെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ R ഇവിടെ എന്തായി? R അനാഥനായി കിടക്കുവാണ്, R കാലിയായി കിടക്കുവാണ്, Rൽ ആരുമില്ല, R 5 ആണ്. ഇങ്ങനെ വരുന്ന റിലേഷനെയാണ് നമ്മൾ എംപ്റ്റി റിലേഷൻ എന്ന് പറയുക. എംപ്റ്റി, കാലിയായിട്ടുള്ള റിലേഷൻ, ഒന്നുമില്ല അതിനകത്ത്, എംപ്റ്റി റിലേഷൻ. ഓക്കെ, അപ്പോൾ റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ എന്താണ്? ഒരു എലമെൻറ്റും ഈ ക്രൈറ്റീരിയയിലോട്ട് ഫിറ്റ് ആവുന്നില്ല, ആരും അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരും ഇല്ല. അപ്പോൾ എംപ്റ്റി റിലേഷനാണ്. ഇനി R എന്ന് പറയുന്നത് ഞാൻ ഡിഫൈൻ ചെയ്തത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ xy സച്ച് ദാറ്റ് x ആൻഡ് y ആർ പോസിറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, ഇതൊരു വളരെ എന്താ പറയുക, ലഘുവായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. തന്നിരിക്കുന്ന സെറ്റിലുള്ള എല്ലാ എലിമെൻസും പോസിറ്റീവ് അല്ലേ? എല്ലാ എലിമെൻസും പോസിറ്റീവ് അല്ല. അപ്പോൾ നമുക്ക് ഈ A cross Aക്കകത്തുള്ള ഏത് എലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഫിറ്റ് ആവില്ലേ? ഫിറ്റ് ആവും. അപ്പോൾ നമുക്ക് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റിലേഷനിൽ എന്ത് വരും? ടോട്ടൽ A cross Aയിലുള്ള എല്ലാവരും വരും അല്ലേ? എല്ലാവരും ആ ക്രൈറ്റീരിയയിൽ ഫിറ്റ് ആവും. അങ്ങനെയുള്ള റിലേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ
റിലേഷൻ. ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എം ടി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും. ഇതാണ് നമുക്ക് ആദ്യം ഇതിനകത്ത് പഠിക്കാനുള്ള കൺസെപ്റ്റ്. എം ടി റിലേഷൻ. എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ ആർ എന്തായിരിക്കും? ആരും ഉണ്ടാവില്ല, കാലിയായിരിക്കും, ഫൈ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? എ ക്രോസ് എ കംപ്ലീറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടൈപ്പ് ഓഫ് റിലേഷനാണ് ഇക്വാലൻസ് റിലേഷൻ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? നമ്മുടെ എടുത്തിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇനി എന്താണ് ഇത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞു പോവാം കേട്ടോ. എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഞാൻ എടുക്കുന്നത് വീണ്ടും എന്തായിരിക്കും? 1 2 3. 1 2 3 വിട്ടൊരു കളിയില്ല നമുക്ക്. ഓക്കെ, എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. അപ്പോൾ നമ്മുടെ റിഫ്ലെക്സീവ് ആവണം, നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഇതാണ്: ഫോർ ഓൾ എ ബിലോങ്സ് ടു എ, എ ബിലോങ്സ് ടു ആർ. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എടുക്കുന്ന സെറ്റിലുള്ള ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും റിലേഷനകത്ത് എന്തുണ്ടായിരിക്കണം? എ ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ഒരു വേറൊരു ജനറൽ കാര്യം പറയുകയാണെ, അതായത് ആർ എന്ന് പറയുന്ന ഒരു എലമെന്റിനകത്ത് 1 2 ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് 1 ഈസ് റിലേറ്റഡ് ടു 2 എന്നാണ് പറയുക. ഒരു റിലേഷനിൽ 2 എലമെന്റ്സ് ഉണ്ട്, എയും ബിയും എന്നുണ്ടെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു ബി എന്നാണ് പറയുക. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ഏതൊരു എലമെന്റ് നമ്മൾ ഈ സെറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അത് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. എ ഷുഡ് ബി റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അത് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ, ഇപ്പോൾ ഈ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ റിലേഷനിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം? ഈ 1 എടുത്തു കഴിഞ്ഞാൽ 1 ഈ സെറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 1 റിലേഷനിലുണ്ടായിരിക്കണം, 2 സെറ്റിലുണ്ടെങ്കിൽ 2 2 റിലേഷനിലുണ്ടായിരിക്കണം, 3 സെറ്റിലുണ്ടെങ്കിൽ 3 3 റിലേഷൻ ഉണ്ടായിരിക്കണം. എങ്കിലേ നമ്മൾ ആ റിലേഷൻ എന്ത് പറയുള്ളൂ? റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏത് സെറ്റിൻ്റെ മേലുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്താലും അത് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ സെറ്റിനകത്തുള്ള എല്ലാ എലമെൻസിൻ്റെയും ഇങ്ങനെ 1 1 2 2 3 3 അങ്ങനെ അവർ തന്നെയുള്ള ഒരു പെയർ അതിനകത്തുണ്ടെങ്കിൽ ആ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ക്ലിയർ ആയോ? ഇനിയിപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം ഇവിടെ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഒരു R is equal to 2 3 3 1 ആണെന്ന് വിചാരിക്കാം. റിഫ്ലെക്സീവ് ആവോ? റിഫ്ലെക്സീവ് ആവില്ല. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് R is equal to 1 1 2 2 3 2 ആണെന്ന് വിചാരിക്കാം. ഇത് റിഫ്ലെക്സീവ് ആകുമോ? 1 1 2 2 ഉണ്ടല്ലോ. ആവില്ല. എന്തുകൊണ്ടാ? സെറ്റിൽ 3യും കൂടെ ഉണ്ട്. 3യുടെയും കൂടെ 3 3 എന്ന് വന്നാലേ ഇതെന്താവുള്ളൂ? റിഫ്ലെക്സീവ് ആവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 1 1 2 2 ഉണ്ട് എന്ന് വെച്ച് റിഫ്ലെക്സീവ് ആവില്ല. 3 3യും കൂടെ വന്നാലേ റിഫ്ലെക്സീവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ എലമെൻസിനും അവരുടെ പെയേഴ്സ് ഇതുപോലെ ഉണ്ടെങ്കിൽ റിഫ്ലെക്സീവ് ആവുള്ളൂ. ക്ലിയർ ആണല്ലോ? അടുത്ത കണ്ടീഷനാണ് സിമെട്രിക്. സിമെട്രിക് ആവണം, നമ്മുടെ റിലേഷൻ സിമെട്രിക് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇവിടെ കണ്ടീഷൻ ഇഫ് തുടങ്ങുന്നതാണ്. ഇഫ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് കേട്ടോ. ഇഫ് എ ബി ബിലോങ്സ് ടു ദ റിലേഷൻ then BA should be in R. എന്താ പറഞ്ഞേ? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, അതായത് നമ്മുടെ അടുത്ത് നമുക്ക് തന്നിരിക്കുന്ന റിലേഷനകത്ത് എ ബി എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ 1 3 ഉണ്ടെന്ന് വിചാരിക്കാം. ഈ റിലേഷൻ സിമെട്രിക് ആവണമെങ്കിൽ എന്തും കൂടെ വേണം? 3 1 കൂടെ വേണം. എന്നാലേ സിമെട്രിക് ആവുള്ളൂ. ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ നോക്കട്ടെ, ഇവിടെ ഇപ്പം ഈ പറഞ്ഞ റിലേഷനില്ലേ മക്കളെ, ഇത് നോക്കിക്കേ. ഇത് സിമെട്രിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, സിമെട്രിക് ആണ്. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് എന്താ? 1 3 ഉണ്ടെങ്കിൽ 3 1 കൂടെ വേണമെന്നാ അല്ലേ? അപ്പം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചേ എല്ലായിടത്തും പോകുമെന്ന് വിചാരിക്കുക. അപ്പം ഞാനുണ്ടെങ്കിലേ അവൾ വരുള്ളൂ, അവളുണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഈ സിമെട്രിക്. ഞാൻ പോയില്ലെങ്കിൽ അവളും പോകണ്ട, അവൾ പോയില്ലെങ്കിൽ ഞാനും പോകണ്ട, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ മറ്റേ ആളും വരണം എന്ന് പറഞ്ഞ പോലെയാണ്. 1 3 പോകുന്നുണ്ടെങ്കിൽ 3 1 എന്തായാലും ഉണ്ടെങ്കിലേ സിമെട്രിക് ആവുള്ളൂ. ഇപ്പോൾ 1 3 ഇവിടെ ഇല്ല, അപ്പോൾ 3 1 വേണം നിർബന്ധമില്ല. അപ്പോൾ ഇത് സിമെട്രിക് ആണ്. അത് ഓർക്കണം കേട്ടോ. ഇങ്ങനത്തെ പെയറുകൾ ഇല്ലെങ്കിൽ, ഇങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് സിമെട്രിക് ആവും ഓട്ടോമാറ്റിക്കലി. റിഫ്ലെക്സീവിൻ്റെ കേസ് പോലെയല്ല. സിമെട്രീൻ്റെ, അതായത് റിഫ്ലെക്സിക്ക് നമ്മൾ പറഞ്ഞ എന്താണ്? 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 ഒക്കെ എല്ലാ എലമെൻറ്റിൻ്റെയും അവരുടെ പെയറുകൾ ഉണ്ടെങ്കിലേ റിഫ്ലെക്സീവ് ആവുള്ളൂ. പക്ഷെ സിമെട്രിക് അങ്ങനെയല്ല. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായാലേ സിമെട്രിക് ആവുള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെയാണ്. ഒരു ഇഫ് ഇവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് എ ബി ബിലോങ്സ് ടു ആർ
എ ബി മാത്രം പോരാ, എ ബി കോമ ബി സി ബിലോങ്സ് ടു ആർ. ഇങ്ങനെ രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഈ എ കഴിഞ്ഞ് ബി അവസാനിക്കുന്നു, അടുത്ത ആൾ തുടങ്ങുന്നത് ബിയിലാണ്. അപ്പോൾ എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ ദെൻ എ സി ഷുഡ് ബി ഇൻ ആർ. എ സി ഷുഡ് ബി ഇൻ ആർ. അതായത് എ ബിയും ബിയിൽ തുടങ്ങുന്ന വേറൊരു എലമെൻറ്റും അതിനകത്ത് ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? ഈ എ സി എന്ന് പറയുന്ന എലമെൻറ്റും അതിനകത്ത് ഉണ്ടെങ്കിലേ അതെന്താവുള്ളൂ? ട്രാൻസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇവിടെയും ആ കേസ് ഉണ്ട്. എ ബി ബി സി എന്ന് പറഞ്ഞ എലമെൻറ്റുകൾ ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ട്രാൻസിറ്റീവ് ആണ്. എ ബിയും ബി സി ഉണ്ടെങ്കിലേ അവർക്ക് വാശി പിടിച്ചിട്ട് എ സിയും കൂടെ വേണമെന്ന് പറയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ 1 ഉണ്ട്, പക്ഷെ 1ൽ തുടങ്ങുന്ന വേറെ ഒരു എലമെൻറ്റും ഇതിനകത്തില്ല. അപ്പോൾ 1ൽ തുടങ്ങുന്ന എലമെൻറ്റ് ഉണ്ടെങ്കിലേ പിന്നെ എ സിയും കൂടെ വേണമെന്ന് പറയുള്ളൂ. അപ്പോൾ ഇവരെ 1ൽ തുടങ്ങുന്ന എലമെൻ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഈ തന്നിരിക്കുന്ന റിലേഷൻ ഉണ്ടല്ലോ, അത് എന്ത് റിലേഷനാണ്? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇക്വാലൻസ് റിലേഷൻ ആണ്. മനസ്സിലായോ? ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ അത് എന്ത് റിലേഷനാണ്? ഇക്വാലൻസ് റിലേഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് പറയുമ്പോൾ ക്ലിയർ ആവും. ഞാൻ ഈ ട്രാൻസിറ്റീവിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് 1 1 എടുത്തു, ഒരു 1 2 എടുത്തു, ഒരു 2 3 എടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് ട്രാൻസിറ്റീവ് ആണോ? 1 1 ഉണ്ട്, 1 2 ഉണ്ട്. 1 1 ഉണ്ട്, ഈ 1ൽ തുടങ്ങുന്ന വേറൊരാളുണ്ടെങ്കിൽ നമുക്ക് എന്തുകൂടെ വേണമെന്നാണ് നമ്മൾ പറഞ്ഞേ? നമുക്കിതാ ഇങ്ങനെ ഒരു 1 2 കൂടെ വേണമെന്ന് പറഞ്ഞു. 1 2, ഇത് 1 2 അല്ലേ? അപ്പോൾ ഇവരുടെ ട്രാൻസിറ്റിവിറ്റി സെറ്റായി. അടുത്ത നോക്ക്, 1 2 ഉണ്ട്, 2 3 ഉണ്ട് അല്ലേ? 1 2 ഉണ്ട്, 2ൽ തുടങ്ങുന്ന വേറെ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് വേണം? അവിടെ 1 3 ഉണ്ടെങ്കിലേ ട്രാൻസിറ്റീവ് ആകുള്ളൂ അല്ലേ? അപ്പോൾ അവിടെ 1 3 കൂടി ഇട്ട് കഴിഞ്ഞാലേ ട്രാൻസിറ്റിവിറ്റി പൂർണ്ണമാവുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനിയിപ്പോൾ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ 1ൽ തുടങ്ങുന്ന ആളുണ്ട്, 1 2 ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. 2 3 ഉണ്ട്, 3ൽ തുടങ്ങുന്ന ആരും ഇല്ല, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 3 ഉണ്ട്, ട്രാൻസിറ്റീവായി. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് 1 1 2 3 1 1 2 3 2 1. ഇത് നോക്കിക്കേ, 1 1 ഉണ്ട്. 1ൽ തുടങ്ങുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരുമില്ല. അപ്പോൾ ഇവർക്ക് ഈ 1 1ന് ട്രാൻസിറ്റിവിറ്റിൻ്റെ പ്രശ്നമില്ല. 2 3 3ൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല അല്ലേ? 2 1 1 1ൽ തുടങ്ങുന്ന ആളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടെ നോക്കിക്കേ, 2 1 ഉണ്ട്, 1ൽ തുടങ്ങുന്ന ആളുണ്ട് അല്ലേ? 2 1 ഉണ്ട്, 1ൽ തുടങ്ങുന്ന ആളുണ്ട്. അപ്പോൾ എന്ത് വേണം? 2 1 ഉണ്ട്, 1ൽ തുടങ്ങുന്ന ആളുണ്ട്, 2 1 വേണം അല്ലേ? 2 1 ഓൾറെഡി ഇതല്ലേ? അപ്പോൾ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, റിഫ്ലെക്സീവ് റിലേഷൻ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ് മക്കളെ, റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഈ 1 1 2 2 3 3 അല്ലെങ്കിൽ എ ഫോമിലുള്ളവരുണ്ടെങ്കിലേ റിഫ്ലെക്സീവ് ആകുള്ളൂ. സിമെട്രി എന്ന് പറഞ്ഞാൽ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കണം എന്നാണ്. അങ്ങനത്തെ ഒരു എ ബി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ട്രാൻസിറ്റീവിനും അതേ കണ്ടീഷനാണ്, എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടായിരിക്കണം എന്നാണ്. എ ബി ബി സി എന്ന് പറയുന്ന എലമെൻറ്റുകൾ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അവർ നല്ല കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഞാനിവിടെ റിഫ്ലെക്സീവ് അല്ലാത്ത കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കിയേ, 1 1 2 2 3 2, ഇത് റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് അല്ല. എന്തുകൊണ്ടാണ്? 3 3 ഇല്ല അല്ലേ? 3 3 ഇല്ല. ഇനി 3 2 3 1 1 2 അല്ലെങ്കിൽ 2 1, റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് അല്ലേ അല്ല. കാരണം എന്താ? ഒരാളുടെയും പെയർ വരുന്ന എലമെൻറ്റ്സ് ഇതിനകത്ത് ഇല്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് കേസുകളും എന്ത് പറയാം? രണ്ട് പേരെയും നോട്ട് റിഫ്ലെക്സീവ് എന്ന് പറയാം. അപ്പോൾ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താണ്? ബേസിക് ആയിട്ട് 1 1 2 2 3 3 എന്തായാലും ഉണ്ടാവണം. ബാക്കി എന്ത് വന്നാലും പ്രശ്നമില്ല. ഓക്കെ, ഇവർ മസ്റ്റായിട്ടും സെറ്റിലുള്ള എലമെൻസിൻ്റെ ഈ പെയറുകൾ എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ. സിമെട്രിക്ക് വരുമ്പോൾ എന്ത് വേണം? സിമെട്രി അല്ലാത്ത കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം കേട്ടോ. 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 1 ഉണ്ട്, 2 1 ഉണ്ട്. എന്താ സംഭവം? ഇത് സിമെട്രിക് ആണോ? ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നതിൽ 1 2 ഉണ്ട്, 2 1 ഉണ്ട്. അവിടെ സിമെട്രി സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? സിമെട്രിക് ആണ്. പക്ഷെ എന്ന് വെച്ച് നമ്മുടെ റിലേഷൻ സിമെട്രിക് ആവുമോ? ആവില്ല. എന്താ കാരണം? എന്താ ഇവിടെ രാശാനെ കണ്ടോ? 2 3 ഉണ്ട്, 3 2 കൂടെ ഉണ്ടായിരുന്നെങ്കിലേ ഇതെന്താവുള്ളൂ? സിമെട്രിക് ആവുള്ളായിരുന്നു. 2 3 കൂടെ ഇട്ട്, അല്ലെങ്കിൽ 3 2 കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം സിമെട്രിക് ആവും. ക്ലിയർ ആവുന്നുണ്ടോ?
അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റിവിറ്റിയുടെ കേസ് നോക്കിക്കേ 1 1 2 2 3 2 3 1 1 2 2 2 3. അപ്പോൾ നോക്ക് ഇത് രണ്ടും സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. 2ൽ തുടങ്ങുന്ന ഒരാളും കൂടി ഉണ്ട് അല്ലേ, 2 2. അങ്ങനെയാണെങ്കിൽ 2 3 വേണം. ഓക്കെ, നമ്മൾ സേഫാ, 2 3 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ട്രാൻസിറ്റീവ് ആണ്. ഇനി 2 3 1 3 ഇത് ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണോ? 2 3 ഉണ്ട് 1 3 ഉണ്ട്, ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് മക്കളെ ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയുന്നത്? ഇവിടെയാണ് നിങ്ങൾക്ക് ചിലപ്പം വരികയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാനുള്ളത്. ഇവിടെ ട്രാൻസിറ്റീവ് ആണെന്ന് ഇപ്പം നിങ്ങൾ ചോദിക്കും, മിസ്സേ എ ബി ഉണ്ട് ബി സി ഉണ്ട് എ സി വേണ്ടേന്നല്ലേ? എ ബിയും ബി സിയും ഉണ്ടെങ്കിലേ എ സി വേണ്ടുള്ളൂ. ഇവിടെ 3ൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല അല്ലേ? അപ്പം നമ്മൾ സേഫ് അല്ലേ? 3ൽ തുടങ്ങുന്ന ആരുമില്ല. അപ്പം ഇതെന്താണ്, ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ ഒരു 2 3 ഉണ്ട്, എന്നിട്ട് ഒരു 3 2 കൂടി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് വേണ്ടുള്ളൂ, 2 2 വേണ്ടുള്ളൂ. ക്ലിയർ ആയില്ലേ? സിമ്പിളാണ്. ഇവിടെ 3ൽ തുടങ്ങുന്ന ആരുമില്ല, ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ നോക്കിയേ 2 3 ഉണ്ട് 1 3 ഉണ്ട് 3 1 ഉണ്ട്. ഓക്കെ, അപ്പം നോക്ക് 2 3 ഉണ്ട് 3 1 ഉണ്ട്. ഇവർ രണ്ടുപേരും നോക്ക് 2 3 ഉണ്ട് 3ൽ തുടങ്ങുന്ന ഒരാളും കൂടി ഉണ്ട് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ആര് വേണം? 2 1 വേണം. 2 1 അവിടെ ഉണ്ടോ? 2 1 അവിടെ ഇല്ല. അതുകൊണ്ട് നോട്ട് ട്രാൻസിറ്റീവ്, നോട്ട് ട്രാൻസിറ്റീവ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനിയിപ്പോൾ നോക്ക്, ഇനിയിപ്പോൾ ഇവിടെ തന്നെ നോക്ക് 1 3 ഉണ്ട് 3 1 ഉണ്ട് അല്ലേ? 1 3 3 1 ഉണ്ടെങ്കിൽ ആരും കൂടെ വേണമായിരുന്നു, 1 1 കൂടെ വേണമായിരുന്നു അല്ലേ? ആ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്താവില്ല, ട്രാൻസിറ്റീവ് ആവില്ല. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്കെന്നാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. റെഡി? ചെക്ക് റിഫ്ലെക്സിവിറ്റി, സിമെട്രി, ട്രാൻസിറ്റിവിറ്റി ഓൺ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1 2 3 ഗിവൺ ബൈ. ആർ നമുക്ക് തന്നിട്ടുള്ളത് നോക്ക്, 1 1 2 2 3 3 1 2 3 ആണ് സെറ്റ്. 1 1 2 2 3 3 1 2 2 3 ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് ആണെന്ന് നോക്കിയേ. 1 1 ഉണ്ട് 2 2 ഉണ്ട് 3 3 ഉണ്ട്. യെസ്, റിഫ്ലെക്സീവ് ആണ്. വി ആർ സേഫ്. സിമെട്രി നോക്ക്, 1 1 2 2 3 3ക്ക് പ്രശ്നമില്ല. സിമെട്രി അവർ സിമെട്രിക് ആണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 1 ഉണ്ട്, തിരിച്ചിട്ടാലും 1 1 തന്നെയാണ്. 1 2 ഉണ്ട്, 2 1 ഉണ്ടോ? 2 1 ഇല്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സിമെട്രി പറയാൻ പറ്റില്ല. 2 3 ഉണ്ട് 3 2 ഇല്ല. അപ്പം അവിടെയും തെറ്റി. അപ്പം നമുക്ക് നോട്ട് സിമെട്രിക്, നോട്ട് സിമെട്രിക്. ട്രാൻസിറ്റിവിറ്റി ഉണ്ടോ? 1 2 ഉണ്ട് 2 3 ഉണ്ട്, 2ൽ തുടങ്ങുന്ന ആളുണ്ട്. പക്ഷേ 1 3 ഉണ്ടോ? 1 3 ഇല്ല. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? നോട്ട് ട്രാൻസിറ്റീവ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? യെസ്. ഈ റിലേഷൻ നോക്കൂ, ഇതെന്ത് റിലേഷനാണ്? 1 1 ഉണ്ട് 2 2 ഉണ്ട്, പിന്നെ ഉള്ളത് 2 3 ആ. നമുക്ക് റിഫ്ലെക്സിവിറ്റിക്ക് കാര്യമുണ്ടോ? അതുകൊണ്ട് ഒരു കാര്യമില്ല അല്ലേ? അപ്പം ഇതെന്താണ്? നോട്ട് റിഫ്ലെക്സീവ് ആണ്. 3 3 ഇല്ലാത്ത ഒരു പരിപാടിക്കും അവർ നിൽക്കില്ല, റിഫ്ലെക്സീവ് വരെ നിൽക്കില്ല. യെസ്. അടുത്തത് സിമെട്രി നോക്കിയേ, 2 3 ഉണ്ട്, 3 2 ഉണ്ടോ? 3 2 ഇല്ല. അപ്പം എന്താവില്ല, സിമെട്രിക് ആവില്ല, നോട്ട് സിമെട്രിക്. ട്രാൻസിറ്റീവ് ആകുമോ? 2 2 ഉണ്ട് 2 3 ഉണ്ട്, ഇവിടെ 2 3 ഉണ്ട്. ആ, സേഫാ. നോക്കിയേ, നമുക്ക് 1 1 ട്രാൻസിറ്റിവിറ്റി നോക്കേണ്ട പ്രശ്നമില്ല, ഒന്നുമില്ല. ഇവിടെ നോക്കിയേ 2ൽ അവസാനിച്ച് 2ൽ തുടങ്ങുന്ന ആളുണ്ട്, പിന്നെ വേണ്ടുന്ന 2 3 ആണ്. ആ 2 3 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ട്രാൻസിറ്റീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, പക്ഷേ ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്വാലൻസ് ക്ലാസ്. ക്വസ്റ്റ്യൻ അല്ല, ഇക്വാലൻസ് ക്ലാസ് ആണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ എന്താ, ഒരു റിലേഷൻ സിമെട്രിക്കും റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും ആയി കഴിഞ്ഞാൽ ഇക്വാലൻസ് റിലേഷൻ ആവുമെന്ന് പറഞ്ഞു അല്ലേ? ഇക്വാലൻസ് റിലേഷന് മാത്രമുള്ള ഒരു ക്ലാസ് ആണ് ഇക്വാലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഈ റിലേഷൻ നോക്കിക്കേ, ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണ് അല്ലേ? ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണ്. ഇക്വാലൻസ് റിലേഷൻ ആയിട്ട് നമുക്ക് ഇതിലുള്ള ഓരോ എലമെൻറ്റിനും ഇക്വാലൻസ് ക്ലാസ് പറയാൻ പറ്റും. ഇക്വാലൻസ് ക്ലാസ് ഓഫ് 1. ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെറ്റ് എയിൽ നിന്ന് എയിലേക്കുള്ള എലമെൻ്റ് അല്ലേ, റിലേഷൻ അല്ലേ? അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 1 2 3 ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പോൾ നോക്കിയേ, ഇക്വാലൻസ് ക്ലാസ് ഓഫ് 1, അതായത് എയിലുള്ള ഈ എലമെൻറ്റിൻ്റെ ഇക്വാലൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ഉമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് കിടക്കുന്ന എലമെൻറ്റുകൾ ആരൊക്കെയാണോ അവരൊക്കെയാണ്. നോക്കിയേ, 1ൽ നിന്ന് 1ലേക്ക് റിലേഷൻ ഉണ്ട്. 1 റിലേറ്റഡ് ടു 1 ആണ്, 1 റിലേറ്റഡ് ടു 2 ആണ്, 1 റിലേറ്റഡ് ടു 3 ആണ്. അങ്ങനെയാണെങ്കിൽ 1ന്റെ ഇക്വാലൻസ് ക്ലാസ്സിൽ ആരൊക്കെ വരും? നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. 1ന്റെ ഇക്വാലൻസ് ക്ലാസ്സിൽ 1 വരും, 2 വരും, 3 വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇക്വാലൻസ് ക്ലാസ് ഓഫ് എൻ എലമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇക്വാലൻസ് റിലേഷനിലുള്ള ആ റിലേഷനകത്ത് ആ എലമെന്റുമായിട്ട് ആരൊക്കെ റിലേറ്റഡ് ആണ്?
2 കോമ കഴിഞ്ഞ് ആരൊക്കെ ഉണ്ട്, ഏതൊക്കെ നമ്പർ ഉണ്ട് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അതൊക്കെ ജസ്റ്റ് കോമ ഇട്ടെങ്കിൽ സെറ്റാക്കി എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇക്വാലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചതുരത്തിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. 2 ആരൊക്കെയായിട്ട് റിലേഷനാണ്? 2 2ആയിട്ട് ബന്ധമുണ്ട്, 1ആയിട്ട് ബന്ധമുണ്ട്, 3ആയിട്ട് ബന്ധമുണ്ട് അല്ലേ? അത് 1 2 3 തന്നെയാണ്. എല്ലാ കേസിലും ഇങ്ങനെ 1 2 3 വരണം എന്നില്ല കേട്ടോ മക്കളെ. അപ്പോൾ ഇവിടെ നോക്കുക, ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എടുക്കുകയാണെങ്കിലും നമുക്ക് 1 2 3 തന്നെയാണ് കിട്ടുക. 1 2 3 തന്നെയാണ് കിട്ടുക. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ വരണം എന്നില്ല. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഇക്വാലൻസ് റിലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഏതെങ്കിലുമൊക്കെ കേസസിൽ ചിലപ്പം റിലേറ്റഡ് അല്ലാത്തവരും ഉണ്ടാവും. ഓക്കെ, ബേസിക് എക്സാമ്പിളാണ്. നമുക്ക് ഏതെങ്കിലും വേറെ ചോദ്യങ്ങൾ അപ്പുറത്ത് വരുന്നുണ്ട്, അതിൽ ചെയ്യാം. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതൊരു നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് സെഡ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണ് കേട്ടോ. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് സെഡ് ഓഫ് ഇൻഡിജേഴ്സ് ഗിവൺ ബൈ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് 2 divides AB. ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. 2 divides A minus B. 2 divides A minus B എന്നുള്ളത് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഇൻഡിജർ ആണ് തന്നേക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 3 ആണെങ്കിൽ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് എലമെന്റ്സ് ഒക്കെ നോക്കി ചെയ്യാമായിരുന്നു. ഇൻഡിജർ എന്ന് പറഞ്ഞാൽ ഇത് എത്ര എഴുതും നമ്മൾ? നെഗറ്റീവ്സ് ഉണ്ട്, 0 ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. സെറ്റ് എഴുതി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാൻ നടക്കുമോ? നടക്കില്ല. അപ്പം നമ്മൾ ഇതിനെ ഓൾജിബ്രൈക്കലി ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമുക്ക് 3 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാനുള്ളത് ഇക്വലൻസ് റിലേഷൻ ആണോ നോക്കാൻ. ഒന്നാമത്തെ കാര്യം എന്താണ്? റിഫ്ലെക്സിവിറ്റി അല്ലേ, അല്ലെങ്കിൽ റിഫ്ലെക്സീവ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. റിഫ്ലെക്സിവിറ്റി. അപ്പോൾ നോക്കിക്കേ, റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എവരി. എടാ ഇതിങ്ങനെ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഫോർ ഓൾ അല്ലെങ്കിൽ ഫോർ എവരി എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സെറ്റിലുള്ള എല്ലാ എലമെന്റിനും എന്നാണ് പറയുന്നത് കേട്ടോ. ഫോർ എവരി എ ബിലോങ്സ് ടു സെഡ് എന്തായിരിക്കണം? എ ഷുഡ് ബി ഇൻ ആർ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കുന്നത്. അപ്പം ലെറ്റ് എ ബിലോങ്സ് ടു സെഡ്, അതായത് എ നമ്മൾ ഈ സെഡിലുള്ള ഒരു ഇൻഡിജർ ആണെന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ നോക്കിയേ, നമ്മുടെ റിലേഷൻ പ്രകാരം എന്താണ്? എ ഇതിനകത്ത് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഈ ബിക്ക് പകരം എ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? ബിക്ക് പകരം എ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് എന്താവുക? റിഫ്ലെക്സീവ് ആവുക. അങ്ങനെയല്ലേ പറയുന്നത്? അപ്പം നമുക്ക് എന്ത് പറയാം? എ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ് അല്ലേ? നമുക്ക് വേണ്ടുന്നത് 2 ഈ എ മൈനസ് എനെ ഡിവൈഡ് ചെയ്യണം. 0 എന്ന് പറയുന്നതിന് 2 ഡിവൈഡ് ചെയ്യില്ലേ? എന്താ വരിക? 0 ഡിവൈഡ് ബൈ എനി നമ്പർ എന്ത് തന്നെയാണ്? 0 ആണ്. അപ്പോൾ ഡിവിഷൻ പോസിബിൾ ആണ് അല്ലേ? നമുക്ക് പറയാം 2 ഡിവൈഡ്സ് 0. അതുകൊണ്ട് എന്ത് പറയാം? എ കോമ എ ഈസ് ഇൻ ആർ. അതുകൊണ്ട് റിഫ്ലെക്സീവ് ആയില്ലേ? റിഫ്ലെക്സീവ് ആയി എന്ന് പറയാം അല്ലേ? റിഫ്ലെക്സീവ് ആണ് മക്കളെ. നമ്മൾ എലമെന്റ്സിനെ റോസ്റ്റർ ഫോമിൽ എഴുതുന്ന അത്ര അതുപോലെയല്ല. നിങ്ങളിത് കുറച്ചിങ്ങനെ എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസെപ്റ്റ് വൈസ് ആലോചിക്കണം. അപ്പോൾ നോക്കുക, ഇവിടെ നോക്കിയാൽ മതി. നമുക്ക് ഫസ്റ്റത്തെ കണ്ടീഷൻ റിഫ്ലെക്സിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എ എന്ന് പറയുന്ന സെറ്റ് അല്ലെങ്കിൽ എലമെന്റ് ആറിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എ എന്നുള്ള എലമെന്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബിക്ക് പകരം നമ്മൾ എ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എടുക്കുക, ബിക്ക് പകരം എ ഇട്ട് കൊടുത്തു. എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? 2 ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. അപ്പോൾ എ മൈനസ് എനെ 0നെ ആര് ഡിവൈഡ് ചെയ്യണം? 2 ഡിവൈഡ് ചെയ്യണം അല്ലേ? ഡിവൈഡ് ചെയ്യില്ലേ? അപ്പോൾ എ കോമ എ എന്ന് പറയുന്നത് ആറിലുണ്ട് എന്ന് മനസ്സിലായി. ഇനി എന്താ നമുക്ക് എടുക്കാനുള്ളത്? റിഫ്ലെക്സിവിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സിമെട്രി. സിമെട്രി നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? സിമെട്രീൻ്റെ കണ്ടീഷൻ ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, ബി എ ഷുഡ് ബി ഇൻ ആർ. ഇതാണ് നമ്മുടെ സിമെട്രിയുടെ കണ്ടീഷൻ. ഇഫ് ആണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കൂ? എ ബി ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ എടുക്കുകയാണ്. അതായത് എ ബി എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? എ ബി എന്ന് പറയുന്ന എലമെന്റ് ആറിലുണ്ട് എന്ന് എടുക്കുകയാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന എലമെന്റ് ആറിലുണ്ട് എന്ന് പറയുമ്പോൾ ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. എ ബി ആറിലുണ്ട് എന്ന് ഇതിൻ്റെ ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ഇൻ, ഇതിലുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. നിങ്ങൾ ഈസ് ഇൻ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ലെറ്റ് എ ബി ബിലോങ് ടു ആർ. എ ബി ആറിലുണ്ട്, ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എ ബി എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞൂടെ? 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയാം അല്ലേ? 2 ഡിവൈഡ്സ് എ മൈനസ്
ബി എന്ന് പറയാം. എടാ മക്കളെ നിങ്ങളോട് ചോദിക്കട്ടെ, അതായത് 2 ഡിവൈഡ്സ് 10 ആണല്ലോ, 10നെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും അല്ലേ? അപ്പോൾ 2 ഡിവൈഡ്സ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10നെ എന്തെന്ന് എഴുതാം? 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം അല്ലേ? ഇവിടെ ശരിക്കും കെ എന്ന് പറഞ്ഞാൽ 5 വരും, പക്ഷേ നമുക്ക് അറിയില്ലെങ്കിലും അതിനെ എങ്ങനെ എഴുതാം? 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 10 എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ? ഗുണിതമാണ്, 2ൻ്റെ ഒരു ഗുണിതമാണ് 10 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പോൾ അതേപോലെ ഞാൻ ഇവിടെ നിന്ന് എഴുതുവാണ്, 2 a മൈനസ് ബിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് a മൈനസ് ബിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു സം കെ എന്ന് എഴുതാം അല്ലേ? ഫോർ സം കെ, ഏതോ ഒരു കെൻ്റെ മൾട്ടിപ്പിൾ ആണ് a മൈനസ് ബി, ഫോർ സം കെ. കെനെ 2 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഏതോ ഒരു കെക്ക് 2നെ വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് a മൈനസ് ബി എന്ന് കിട്ടും. ഇവിടുന്ന് ഞാനിതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടു, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ വരിക? ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു കെ ആണെന്ന് കിട്ടും. എന്താ ചെയ്തത്? ബി നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഈ ബീൻ്റെ പോസിറ്റീവ് ആവും, എക്ക് നെഗറ്റീവ് വരും. ബി മൈനസ് എ ഈക്വൽ ടു -2k എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താടാ? ഈ -2k എന്നുള്ളതിനെ എനിക്ക് മാറ്റിയിട്ട് ബി മൈനസ് എ ഈക്വൽ ടു സം 2 ഇൻറ്റു പി എന്ന് എഴുതിക്കൂടെ? ഈ നെഗറ്റീവ് എനിക്ക് ഇതിനെ കൊടുക്കുന്നുണ്ട്, പ്രശ്നമുണ്ടോ? ഏതോ ഒരു കോൺസ്റ്റന്റ് അല്ലേ, നമ്മൾ ബാധിക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ബി മൈനസ് എ ഈക്വൽ ടു 2 ഇൻറ്റു പി എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താ? ബി മൈനസ് എ 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ബി മൈനസ് എ 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തുണ്ട്? ബി മൈനസ് എ 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ബി കോമ എ എവിടെയുണ്ട്? ആറിലുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, അവിടെ നമുക്ക് പറയാം ബി കോമ എ ബിലോങ്സ് ടു ആർ. അപ്പോൾ എന്തായടാ? നമ്മുടെ റിലേഷൻ സിമെട്രി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സിമെട്രിക് ആണ്. ഇനി അടുത്തതാണ് നമുക്ക് വേണ്ടത് ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റിവിറ്റി ഓക്കെ. അപ്പോൾ ഇവിടെ എന്തൊക്കെ നമ്മൾ ചെയ്തേ? റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്തു, സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്തു. ട്രാൻസിറ്റിവിറ്റിൻ്റെ കണ്ടീഷൻ എന്താ? ട്രാൻസിറ്റിവിറ്റിൻ്റെ കണ്ടീഷൻ ഇഫ് എ ബിയും ബി സിയും ഇതിലുണ്ടെങ്കിൽ, ഇഫ് എ ബി ബി സി ബിലോങ്സ് ടു ആർ, അങ്ങനെയാണെങ്കിൽ എ സിയും ആറിലുണ്ടാവണം എന്നുള്ളതാണ് കണ്ടീഷൻ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്തെടുക്കും? ഇതുണ്ട് എന്നങ്ങ് എടുക്കും. ഇവിടെ നമ്മൾ ലെറ്റ് എ ബി ബിലോങ് ടു ആർ എന്ന് പറഞ്ഞതുപോലെ തന്നെ ലെറ്റ് എ ബി കോമ ബി സി ബിലോങ് ടു ആർ എന്ന് എടുക്കും. ഓക്കെ, അത് വെച്ച് ചെയ്യാം. ലെറ്റ് എ ബി കോമ ബി സി ബിലോങ് ടു ആർ. എ ബിയും ബി സിയും ആറിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം എ മൈനസ് ബി ഈക്വൽ ടു സം 2 ഇൻറ്റു കെ ആൻഡ് ബി മൈനസ് സി ഈക്വൽ ടു സം 2 ഇൻറ്റു പി. ഇതിന് രണ്ടിനും ഞാൻ അങ്ങ് ആഡ് ചെയ്യാൻ പോവാണ്. 1 ഇത് 2. ഓക്കെ, ഞാനപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? 1 + 2 ചെയ്യാൻ പോവാണ്. 1 + 2 ചെയ്യുമ്പോൾ എന്താണ്? എ മൈനസ് ബി, 1 + 2 ചെയ്യുമ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു 2k പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 2p എന്നാണ് വരിക അല്ലേ? അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമ്മൾ അല്ലെങ്കിൽ ഇക്വാലിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക? ലെഫ്റ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്യും, റൈറ്റ് സൈഡ് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യും, ഇക്വേറ്റ് ചെയ്യും. അപ്പം എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 2k പ്ലസ് 2p എന്ന് കിട്ടി. ഇവിടെ നോക്കിയേ, മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ആയി പോയില്ലേ? എ മൈനസ് സി ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ 2 കോമൺ എടുത്താൽ k പ്ലസ് പി എന്ന് കിട്ടും അല്ലേ? ആ k പ്ലസ് പിന് എനിക്ക് ഏതെങ്കിലും ഒരു 2 ഇൻറ്റു സമ്മേലെന്നോ എന്തെങ്കിലും എടുക്കാം. എന്ന് പറഞ്ഞാൽ നോക്ക്, എ മൈനസ് സി ഈക്വൽ ടു 2 ഇൻറ്റു എന്തോ, അതായത് എ മൈനസ് സിനെ എന്ത് ചെയ്യും? 2 ഡിവൈഡ് ചെയ്യും. അതായത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി 2 ഡിവൈഡ്സ് എ മൈനസ് സി. 2 എ മൈനസ് സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ സി ആറിലുണ്ട്. അപ്പം എന്തായി മക്കളെ? എന്തായി? എ ബി ബി സി ആറിലുണ്ടെങ്കിൽ എ സി ആറിലുണ്ട് എന്ന് നമുക്ക് കിട്ടി. അപ്പം ഇതെന്തായി? ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് കിട്ടി. ട്രാൻസിറ്റീവ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പം നമ്മുടെ 3 കണ്ടീഷൻസും കൂടെ നമുക്ക് എന്ത് കിട്ടി? ഈ തന്നിരിക്കുന്ന റിലേഷൻ ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ് എന്ന് കിട്ടി. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ഇക്വാലൻസി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് എ 1 തൊട്ട് 7 വരെ. അങ്ങനെയാണെങ്കിൽ ആർ നോക്കിക്കേ, എങ്ങനെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എ ബി സച്ച് ദാറ്റ് ബോത്ത് എ ആൻഡ് ബി ആർ ഐദർ ഓഡ് ഓർ ഈവൻ. ഷോ ദാറ്റ് ആർ ഇസ് എൻ ഇക്വാലൻസ് റിലേഷൻ, ഫൈൻഡ് ദ ഇക്വാലൻസ് ക്ലാസ്. എന്താ ചെയ്യണ്ടേ? ഇവിടെ നമ്മുടെ റിലേഷൻ എങ്ങനെയാണ് വരുന്നത്?
ആറിനകത്ത് വരുന്ന എലമെന്റ്സ് ഏത് ഫോമിലായിരിക്കും മക്കളെ? അതായത് ഒന്നുകിൽ എയും ബിയും രണ്ടുപേരും ഒന്നുകിൽ ഓടായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഈവൻ ആയിരിക്കും. അതായത് ഒരു ഈവനും ഒരു ഓടും എന്നുള്ള കോമ്പിനേഷൻ വരില്ല. രണ്ടും ഒന്നുകിൽ ഓടായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഈവൻ ആയിരിക്കും. അങ്ങനെയുള്ള കോമ്പിനേഷൻസ് മാത്രം വരുന്നതാണ് നമ്മുടെ റിലേഷനിൽ വേണ്ടത്. അപ്പോൾ നോക്കിയേ, 1 എടുത്തു. 1 എടുത്തു കഴിഞ്ഞാൽ 1ന്റെ കൂടെ എന്ത് വരാം? 1 വരാം, 3 വരാം. 1 ഓടല്ലേ, അപ്പോൾ 1 വരാം, 1 3 വരാം, 1 5 വരാം, 1 7 വരെ വരാം. 2 എടുത്തു. 2 ഈവൻ ആണല്ലോ, അപ്പോൾ 2 2 വരാം, 2 4 വരാം, 2 6 വരാം. അങ്ങനെയാണ് എലമെന്റ്സ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 1 എടുത്തു. 1ന്റെ കൂടെ 1 1 വരാം. 1ന്റെ കൂടെ ഓഡ് നമ്പർ ആയിട്ടുള്ള 3 വരാം, 5 വരാം, 1 7 വരെ വരാം. ഓക്കെ, ഇനി 2 എടുത്തു കഴിഞ്ഞാൽ 2ന്റെ കൂടെ 2 2 വരാം, 2 4 വരാം, 2 6 വരാം. 2 2 2 4 2 6 വരെ വരാം. ഇനി 3 എടുത്തു കഴിഞ്ഞാൽ 3യുടെ കൂടെ 1 വരാം, 3 വരാം, ഇങ്ങനെ 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 അപ്പ് ടു 7 വരെ പോകും. നമ്മളിത് മൊത്തം എഴുതണം എന്നൊരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം മക്കളെ. ഇതിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? ഇതിൽ റിഫ്ലെക്സീവിൻ്റെ കാര്യം എങ്ങനെയാണ് വരിക? റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റിഫ്ലെക്സിവിറ്റി. റിഫ്ലെക്സീവ് ആയിരിക്കോ? ഇതിലുള്ള എല്ലാ എലമെന്റ്സും 1 1 2 2 3 3 4 4 എന്ന് പറഞ്ഞ പേരുകൾ വരുമോ? ഡെഫിനറ്റ് ആയിട്ടും വരും. എന്തുകൊണ്ടാണ്? 1 ഓടാണെങ്കിൽ 1,1 എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്തായാലും വരില്ലേ? അപ്പോൾ 2 ഓടായി. 2 ഈവൻ ആണ്, അപ്പോൾ 2,2 എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല, രണ്ടും ഈവൻ ആണ്. അപ്പോൾ നമുക്ക് പറയാം റിഫ്ലെക്സീവ് ആണ് എന്ന് പറയാം അല്ലേ? A, ബിലോങ്സ് ടു R ആണ് അല്ലേ? എന്തുകൊണ്ടാണ്? എ ഓടാണെങ്കിൽ എ എന്ന് പറയുന്ന 2 മോഡാണ് Rൽ വരും. എ ഈവൻ ആണെങ്കിൽ രണ്ടും ഈവൻ ആണ് Rൽ വരും. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ഇനി സിമെട്രി നോക്കുക. സിമെട്രി അതായത് 1 3 എന്ന് പറഞ്ഞ എലമെന്റ് ഇതിനകത്തുണ്ടല്ലോ. 1ഉം 3ഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 1 ഉണ്ടാകുമോ? ഉണ്ടാവുന്നതുകൊണ്ട് എന്താ പ്രശ്നം? 2 ഓടല്ലേ അല്ലേ? അപ്പോൾ 3യുടെ എലമെന്റ്സ് നോക്ക്. 1 എടുത്തു കഴിഞ്ഞാൽ 1ന്റെ കൂടെ ഓഡ് നമ്പർ ആയിട്ടുള്ള 3 നമുക്ക് പെയർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. 3 എടുത്തു കഴിഞ്ഞാൽ 3യുടെ കൂടെ 1 ആയിട്ടുള്ള ഓഡ് നമ്പർ പെയർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ? അപ്പം 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ടാവുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ടാവുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം നിങ്ങൾ ചോദിക്കും മിസ്സേ, അപ്പോൾ 1 4 എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ പ്രശ്നം? അങ്ങനത്തെ ഒരു ഓപ്ഷനകത്ത് വരില്ല. അങ്ങനത്തെ 1 4 എന്ന് പറഞ്ഞ റിലേഷൻ ഒരു പെയർ ഈ കോമ്പിനേഷനിൽ വരികയേ ചെയ്യില്ല. ഒന്ന് ഈവൻ ഒന്ന് ഓടാണ്. അപ്പം 2 ഓടായിട്ടുള്ള സാധനങ്ങൾ വരുമ്പോൾ തിരിച്ചിട്ടാലും ഓട് തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സിമെട്രിക് ആണ് എന്ന് പറയാം അല്ലേ? ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്ക്. ഇപ്പം 1 3 ഉണ്ട്, 3 5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 5 ഇതിനകത്ത് ഉണ്ടാവില്ലേ? എന്തായാലും ഉണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? 1ഉം 5ഉം ഓടാണ് അല്ലേ? അതും പ്രശ്നമില്ലാത്ത കേസാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? അത് ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ Rലുള്ള എല്ലാ എലമെൻറ്റ്സും റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ തിയറിറ്റിക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ റിഫ്ലെക്സിവിറ്റീൻ്റെ കേസ് എഴുതുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം? ലെറ്റ് എ ബി ഓഡ്. എ ഓടാണെന്ന് എടുക്കുക. എ ഓടാണെങ്കിൽ A, A ഇത് രണ്ടും ഓടാണ്. അതുകൊണ്ട് ഇവരെന്തുണ്ടാവും? ഇവർ Rലുണ്ടാവും. സെയിം കേസാണ് ഈവൻ ആവുമ്പോഴും. ലെറ്റ് എ ബി ഈവൻ ആണെങ്കിലും എ എന്ന് പറയുന്നത് രണ്ടും ഈവൻ ആണ്, അതും Rലുണ്ടാവും. അപ്പോൾ നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി സിമെട്രിയുടെ കേസ് ആണെങ്കിലോ? ലെറ്റ് സിമെട്രി ആണ്. ലെറ്റ് എ ബി ഈവൻ, ബി ബി ഈവൻ. അങ്ങനെയാണെങ്കിൽ എ ബി എവിടെയുണ്ട്? എ ബി എന്ന് പറയുന്നത് Rലുണ്ട് അല്ലേ? തിരിച്ചിട്ടാലും എന്ത് തന്നെയാണ് പ്രശ്നം? ബി എന്ന് പറയുന്നതും Rലുണ്ടാവും. ഒരു കുഴപ്പമില്ല അല്ലേ? മേലത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബി എയും Rലുണ്ട്. അപ്പോൾ എ ബി എ ഈവൻ ആണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എയും ബിയും ഈവൻ ആണ്, അല്ലെങ്കിൽ എയും ബിയും ഓഡ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു പെയർ നമ്മുടെ റിലേഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് ബി എന്ന് പറഞ്ഞ് തിരിച്ചിട്ടാലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ സിമെട്രിക് ആണെന്ന് പറയാം. ഇനിയുള്ള കേസ് എന്താണ്? ട്രാൻസിറ്റിവിറ്റി അല്ലേ? ട്രാൻസിറ്റിവിറ്റി ആവണമെങ്കിൽ ഇപ്പം നമ്മൾ എ ബിയും ബി സിയും Rലുണ്ട് എന്ന് പറയണമെങ്കിൽ എന്താണ്? എയും ബിയും സിയും ഓൾ ടുഗെദർ ഒന്നുകിൽ ഈവൻ ആണ്, അല്ലെങ്കിൽ ഓടാണ് അല്ലേ? അപ്പം അതുകൊണ്ട് എന്താണ്? എ സി ഉണ്ടാവുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് പറയാം എ സി ബിലോങ്സ് ടു R. എയും സിയും ഒന്നുകിൽ ഓഡ് അല്ലെങ്കിൽ ഈവൻ ടുഗെദർ, രണ്ടുപേരും ഒന്നിച്ച് ഈവനോ ഓടോ ആയിരിക്കും.
അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് വൈസോ അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഈ ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിറ്റർമൈൻ വെദർ ദ റിലേഷൻ ഇസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് Z of all integers defined as x minus y is an integer. x minus y is an integer. ഇതൊരു റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ റിഫ്ലെക്സീവിൽ അങ്ങ് തുടങ്ങുക അല്ലേ, റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നോക്കിയേ, ലെറ്റ് എക്സ് ബിലോങ്സ് ടു നമ്മുടെ സെറ്റ് Z. അതായത് എക്സ് എന്ന് പറയുന്നത് ഇൻഡിജേഴ്സിൻ്റെ മേലെയാണ് കേട്ടോ. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും. അപ്പോൾ സെഡിലുള്ള ഒരു എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സീറോ എവിടെയുള്ള ആളാ? ഇൻഡിജർ ആണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് മൈനസ് എക്സ് സെഡിലുണ്ട്. എക്സ് മൈനസ് എക്സ് സെഡിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് കോമ എക്സ് എവിടെയുണ്ട്? ആറിലുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് ഇൻഡിജർ ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് 0 ആയതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് ഓർഡർ പെയർ നമുക്ക് എവിടെ കിട്ടും? ആറിൽ കിട്ടും. അതുകൊണ്ട് ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ് നമ്മുടെ റിലേഷൻ. നമുക്ക് വേണ്ടുന്ന എന്താണ്? എക്സും വൈയും അതിനകത്ത് ആ ഒരു റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എന്താവണം? എക്സ് മൈനസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഡിജർ കിട്ടണം. അത്രയേ ഉള്ളൂ. ഫ്രാക്ഷൻ ഇപ്പം 5/3 2.9 അങ്ങനെ വാല്യൂസ് ഒന്നും കിട്ടരുത്. അത്രയേ ഉള്ളൂ നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടിയേ. നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. നമ്മുടെ അടുത്ത കണ്ടീഷൻ സിമെട്രി ആണ്. സിമെട്രി നോക്ക്. സിമെട്രിയിൽ എന്താ വരിക? ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. നമ്മുടെ റിലേഷനിൽ എ ബി ഉണ്ട് എന്നെടുത്തു. ഇങ്ങനെയാട്ടോ നമ്മൾ സിമെട്രിയൊക്കെ പ്രൂവ് ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ എ ബി ആറിലുണ്ട് എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് ബി ഈസ് ആൻ ഇൻഡിജർ. എന്ന് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നോക്കിയാ മക്കളെ, ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? അതായത് 5 മൈനസ് 3, എയും ബിയും 5 3 ആണെന്ന് വിചാരിക്കാം. 5 മൈനസ് 3 2 ഇൻഡിജർ ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 3 മൈനസ് 5 എടുത്തു കഴിഞ്ഞാലും പ്രശ്നമുണ്ടോ? അതും ഇൻഡിജർ തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പോൾ ബി മൈനസ് എ എന്ന് പറയുന്നതും എന്തായിരിക്കും? ഇൻഡിജർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ ബി എ ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് ഇതെന്താണ്? സിമെട്രിക് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിക്കേ, ട്രാൻസിറ്റിവിറ്റി ആണ് വേണ്ടത് അല്ലേ? ട്രാൻസിറ്റിവിറ്റി. ലെറ്റ് ആരൊക്കെ ഉണ്ടെന്ന് എടുക്കണം നമ്മൾ? ലെറ്റ് എ ബി ബി സി ബിലോങ്സ് ടു ആർ. എ ബിയും ബി സിയും ആറിലുണ്ട് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എ മൈനസ് ബി എന്തായിരിക്കും? ഇൻഡിജർ ആയിരിക്കും. ബി മൈനസ് സി എന്തായിരിക്കും? ഇൻഡിജർ ആയിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ രണ്ട് കണ്ടീഷൻസും കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ വരിക? എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്താ വരിക? ഇത് രണ്ടും ക്യാൻസൽ ആവും. എ മൈനസ് സി അതും എന്തായിരിക്കും? 2 ഇൻഡിജർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2 ഇൻഡിജറിന്റെ സം എന്ന് പറഞ്ഞാൽ ഇൻഡിജർ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ എ മൈനസ് സി എന്ത് തന്നെയാണ്? ഇൻഡിജർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എ സി എവിടെ ഉണ്ടെന്ന് പറയാം? ആറിലുണ്ടെന്ന് പറയാം. ട്രാൻസിറ്റീവ് ആയില്ലേ? ട്രാൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ഇക്വാലൻസ് റിലേഷൻ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇല്ല, ഇക്വാലൻസ് ക്ലാസ് ഉണ്ടെന്ന് ഇല്ല. എടാ മക്കളെ, നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഇക്വാലൻസ് ക്ലാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലേ? ഇവിടെ നോക്കി ഇക്വാലൻസ് ക്ലാസ് എങ്ങനെയാണ് വരിക? തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓഡ് നമ്പർ ഈവൻ നമ്പർ കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇക്വാലൻസ് ക്ലാസ്. അതായത് ഇക്വാലൻസ് ക്ലാസ് ഓഫ് 1ന്റെ ഇക്വാലൻസ് ക്ലാസ്സിൽ ആരൊക്കെയാണ് വരിക? 1 ആരൊക്കെ ആയിട്ടായിരിക്കും റിലേറ്റ് ചെയ്യുക? ഓഡ് നമ്പേഴ്സ് ആയിട്ട് മാത്രം. അപ്പോൾ ഇതിലുള്ള ബാക്കിയുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 വരും, 3 വരും, 5 വരും, 7 വരും. ഇക്വാലൻസ് ക്ലാസ് ഓഫ് 2 എത്രയാണ് വരിക? ഇക്വാലൻസ് ക്ലാസ് ഓഫ് 2 2 കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ഈവൻ നമ്പേഴ്സുമായിട്ട് മാത്രമായിരിക്കും. നമ്മുടെ റിലേഷൻ അങ്ങനെയല്ലേ പറഞ്ഞത് അല്ലേ? അപ്പോൾ 2 വരും, 4 വരും, 6 വരും, അങ്ങനെ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റിൽ ഓഡ് നമ്പേഴ്സ് മാത്രം, ഈവൻ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിൽ ഈവൻ നമ്പേഴ്സ് മാത്രം. അങ്ങനെയാണ് ഇക്വാലൻസ് ക്ലാസ് വരിക കേട്ടോ. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി, ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. വേറെ ഒന്നുമില്ലല്ലോ? യെസ്, ഇത്രയേ ഉള്ളൂ. ഇനി ഇതേ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ സെറ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് പറഞ്ഞു തരട്ടെ മക്കളെ. ഇവിടെ നമുക്ക് ഇൻഡിജർ ആണ്, Z ആണ് തന്നിരിക്കുന്നത് അല്ലേ? സപ്പോസ് നമ്മളോട് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിലാണ് ഇതേ ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങോട്ടാ? 1 2 3 4 അങ്ങോട്ട്. 0 ഇല്ല. നാച്ചുറൽ നമ്പേഴ്സ് റിഫ്ലെക്സീവ് ആകുമോ? എ മൈനസ് എ ബിലോങ്സ് ടു എന്തായിരിക്കണം? ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. 0 നാച്ചുറൽ നമ്പർ ആണോ? അല്ല. ഇനി എ മൈനസ് ബി അതിനകത്തുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് 5 3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 5 3 ആണെന്ന് വിചാരിക്കാം.
5 3 എന്ന് പറയുന്നത് ആറിലുണ്ട്. 5 3 ആറിലുണ്ടെന്ന് പറയുന്നതിന് കാരണം എന്താ? 5 - 3 എന്ന് പറയുന്നത് 2 എവിടെയുണ്ട്? നാച്ചുറൽ നമ്പേഴ്സിലുണ്ട് എന്ന് പറഞ്ഞ് 3 5 അതിനകത്ത് ഉണ്ടായിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? 3 5 ആറിലുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 3 - 5 അതായത് -2 നാച്ചുറൽ നമ്പേഴ്സിൽ ഉണ്ടാവണം. നാച്ചുറൽ നമ്പേഴ്സിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവുമോ? ഇല്ല. അപ്പം അതെന്തും അല്ല, സിമെട്രിക്കോ അല്ല. സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പം നമുക്ക് 2 എലമെൻറ്റ്സ് ഇപ്പം 5 3 ഇവിടെ എഴുതാട്ടോ. 5 3 3 5 3 3 2 ഉണ്ടെന്ന് വിചാരിക്കാം. 5 3 3 2 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താവും? 5 - 3 ഇൻഡിജർ ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആണ്. 3 - 2 നാച്ചുറൽ നമ്പർ ആണ്. അത് രണ്ടും കൂട്ടുമ്പോൾ 2 നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ തന്നെ വരുള്ളൂ. അപ്പോൾ അവിടെ സബ്ട്രാക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെന്താവും? ട്രാൻസിറ്റീവ് നമ്പറാവും. അപ്പോൾ ഇവിടെ സെഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നെഗറ്റീവ് ഒന്നും വന്ന പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്? ഇത് ഇക്വാലൻസ് റിലേഷൻ ആയത്. സെഡിന് പകരം നമുക്ക് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആവില്ലായിരുന്നു, സിമെട്രിക് ആവില്ലായിരുന്നു, ട്രാൻസിറ്റീവ് മാത്രമേ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ തരുമ്പം ആ സെറ്റ് ഏതാണെന്നുള്ളത് കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സിമ്പിളാണ് കേട്ടോ, വലിയ കൺഫ്യൂഷൻസ് ഒന്നുമുള്ള കേസൊന്നും അല്ല. നോക്കിയേ, ഇത് എപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ആർ ഡിഫൈൻഡ് ആസ് ആർ ഇൻ ആർ എന്ന് പറഞ്ഞാൽ ഇത് റിയൽ നമ്പേഴ്സിൻ്റെ ആറാണ് കേട്ടോ. റിയൽ നമ്പേഴ്സിൻ്റെ ആറാണ്. ഡിഫൈൻഡ് ആസ് ആർ ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും ആണ്, പക്ഷേ സിമെട്രിക് അല്ല എന്ന് കാണിക്കണം. ഓക്കെ, അവർ തന്നെ സാധനം തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ എന്നത് തന്നിട്ടുണ്ട്, എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് ആണ് എന്നാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സപ്പോസ് എ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ നമ്പറിലുള്ള ഒരു എലമെൻ്റ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണോ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണോ? ആണ്. ഇവിടെ അപ്പം നിങ്ങൾ ചോദിക്കും, മിസ് എനേക്കാൾ ചെറുതല്ലല്ലോ എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഓർ ഈക്വൽ ടു ആണ് അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നുകിൽ എനേക്കാൾ ചെറുതാവണം അല്ലെങ്കിൽ ഈക്വൽ ആവണം. ഇവിടെ ഈക്വൽ ആണല്ലോ. അപ്പം നമുക്ക് എന്ത് പറയാം? ഇത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. അതുകൊണ്ട് എ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ റിലേഷനിൽ വരും. ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയിരുന്നു എന്ന് വിചാരിക്കാം. എ ലെസ് ദാൻ എ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, തെറ്റാണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആവില്ലായിരുന്നു. സ്ട്രിക്ട്ലി ലെസ് ദാൻ. ഇവിടെ എന്താണ്, നമുക്കൊരു അയവ് തന്നിട്ടുണ്ട് അല്ലേ? ഒന്നുകിൽ ലെസ് ദാൻ ആവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റിഫ്ലെക്സീവ് ആവുന്നത്. ഇനി അടുത്ത് നോക്ക്, റിഫ്ലെക്സീവ് സിമെട്രിക്. സിമെട്രി നമ്മൾ നോക്കണമെങ്കിൽ ലെറ്റ്, എപ്പോഴും നിങ്ങൾ അതിൽ ലെറ്റ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത് കേട്ടോ. ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ. എയും ബിയും ആറിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് എന്ന് പറയാം അല്ലേ? പക്ഷെ മക്കളെ എന്ന് വെച്ചിട്ട് നമുക്ക് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് ഇപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, പക്ഷേ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? അല്ല. നമുക്കത് തിരിച്ച് പറയാൻ പറ്റില്ല അല്ലേ? ലെസ് ദാൻ എന്ന് പറയുന്നത് ഒരു വൺ സൈഡഡ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെന്ന് പറയാൻ പറ്റില്ല. ഡസ് നോട്ട് ഇംപ്ലൈ ആണ്. അതുകൊണ്ട് എന്താണ്, ബി എ എന്ന് പറയുന്നത് ആറിനകത്ത് ഇല്ല. അപ്പം നോട്ട് സിമെട്രിക്. നോട്ട് സിമെട്രിക്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് എന്താ നോക്കണ്ടേ? ട്രാൻസിറ്റിവിറ്റി അല്ലേ? ട്രാൻസിറ്റിവിറ്റി. ലെറ്റ് ആരൊക്കെ ഉണ്ടെന്ന് എടുക്കണം? എയും എ ബിയും എ സി ഉണ്ടെന്ന് എടുക്കണം. എ ബിയും ബി സിയും. ലെറ്റ് എ ബി കോമ ബി സി ബിലോങ് ടു ആർ. എ ബിയും ബി സിയും ആറിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് പറയണം. ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെന്ന് പറയണം. ഇപ്പം ഇവിടെ നോക്കട്ടെ, ഞാൻ നമ്പേഴ്സ് വെച്ച് പറഞ്ഞുതരാവേ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും 3 7നേക്കാൾ ചെറുതായിരിക്കില്ലേ? ചെറുതായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, എ എന്ന് പറയുന്നത് ബിനേക്കാൾ ചെറുതാണ്, ബി എന്ന് പറയുന്നത് സിനേക്കാൾ ചെറുതാണ്. അപ്പോൾ സി എന്ന് പറയുന്നത് എനേക്കാൾ വലുത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെന്ന് പറയാം. അതുകൊണ്ട് എ സി എന്ന് പറയുന്നത് എവിടെയുണ്ട്? നമ്മുടെ റിലേഷനിൽ ഉണ്ട്. ട്രാൻസിറ്റീവ് ആയില്ലോ. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, സിമെട്രിക് അല്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതുപോലത്തെ ക്വസ്റ്റ്യനും ഒരുപാട് ചോദിക്കാറുണ്ട്. ഇവിടെ എ ലെസ് ദാൻ ബി ക്യൂബിന് പകരം സ്ക്വയർ വെച്ചും ചോദിക്കാറുണ്ട്. ചോദ്യം ഇതാണ്,
നമ്മുടെ റിയൽ നമ്പേഴ്സിൻ്റെ മേലെ റിലേഷൻ ആർ ഇൻ റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് ഇതിൽ ഏതാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം റിഫ്ലെക്സിവിറ്റി ചെക്ക് ചെയ്യാം. ഓക്കെ, റിഫ്ലെക്സീവ് ആണോ നോക്കുവാണേ. അപ്പം നോക്കിയാൽ മക്കളെ, ഇത് കുറച്ചൊരു ഇത്തിരി ഒരു ഇങ്ങനെ എന്താ പറയുക, നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനം അല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും കേട്ടോ, പക്ഷേ ഇതിൽ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം, എ നമ്മൾ റിയൽ നമ്പറിലുള്ള എലമെൻ്റ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, എ അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ആറിലുണ്ട് എന്ന് പറയാൻ പറ്റുക. നിങ്ങൾക്കിത് കാണുമ്പോൾ മിസ് ഇതിപ്പോൾ ഇത്ര ചോദിക്കുക എന്താണത്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് ആയിരിക്കില്ല. ഇപ്പോൾ 1 എടുത്താൽ ലെസ് ദാൻ 1 ആണ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂബ് എടുത്താൽ 8 ആണ് അല്ലേ, എല്ലാം ശരിയാണ്. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റിയൽ നമ്പേഴ്സിലാണ്. റിയൽ നമ്പേഴ്സിലാണെങ്കിലുള്ള പ്രശ്നം എന്താ, ഇപ്പം ഞാൻ എടുക്കുന്നത് എലമെൻറ്റ് 1/2 ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്നത് 1/2 ആണെന്ന് വിചാരിക്കാം. 1/2ൻ്റെ ക്യൂബ് എന്താ, 1/2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/8 ആണ്. അപ്പോൾ നമുക്ക് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8 എന്ന് കിട്ടണം. ശരിയാണോ? 1/2 ആണോ 1/8 ആണോ വലുത്? 1/2 ആണല്ലേ. ഫ്രാക്ഷനിൽ വരുമ്പം ചെറിയ നമ്പേഴ്സാണ് വലുത്. ഡിനോമിനേറ്ററിൽ വലിയ നമ്പർ വരുന്നതിനനുസരിച്ച് നമ്പർ ചെറുതായിക്കൊണ്ടിരിക്കുക ചെയ്യുക. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള കേസാണോ? ഇത് തെറ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ, നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സേഫ് ആണ്, ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് പറഞ്ഞ് എടുത്തങ്ങ് പോവാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഫ്രാക്ഷൻസ് വരും. ഫ്രാക്ഷൻസിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ സംഭവം ചെറുതായി വരികയാണ് ചെയ്യുക അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എ ലെസ് ദാൻ എ ക്യൂബ് എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് സിമെട്രിക് അല്ല. നമ്മുടെ സെറ്റ് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നോട്ട് റിഫ്ലെക്സീവ്. ഇനി അടുത്ത സിമെട്രി നോക്കാം. സിമെട്രി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, സിമെട്രിക് ആയിരിക്കുമോ? ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ എന്നെടുത്താൽ നമുക്ക് എന്ത് വേണം, എ ലെസ് ദാൻ ബി ക്യൂബ് ആണ്. അതുകൊണ്ട് ബി എ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, ബി ലെസ് ദാൻ എ ക്യൂബ് ആയിരിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, സിമെട്രിക്കും അല്ല. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 2 9 എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 9 ഇതിനകത്ത് ഉണ്ടെന്ന് ഉണ്ടാവും. എന്തുകൊണ്ടാണ്, 2 9 ബിലോങ്സ് ടു ആണ്. എന്തുകൊണ്ടാണ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ക്യൂബ് ആണ് അല്ലേ. 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ 729 ഒക്കെയാണ് വരിക. അപ്പോൾ 2 729 ഒബ്വിയസ്ലി ചെറുതാണ്. പക്ഷെ തിരിച്ച് 9 ഇതിനകത്ത് ഉണ്ടാകുമോ? 9 എന്ന് പറഞ്ഞാൽ ഉണ്ടാവണമെങ്കിൽ എന്താവണം, 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് ആയിരിക്കണം. 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആയിരിക്കണം. ആണോ? അല്ല. അപ്പോൾ ഇതെന്താണ്, തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നോട്ട് സിമെട്രിക്. ഇതിങ്ങനെ കൗണ്ടർ എക്സാമ്പിൾ എടുത്തേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ച് പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് എല്ലാ നമ്പറും ഇരുന്നെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് ബൈ ചാൻസ് അവിടെ നിന്ന് കിട്ടുമായിരിക്കും, പക്ഷേ നമ്മളിത് ചെയ്ത് പഠിച്ച് പോകുമ്പോഴാണ് നമുക്കിതൊക്കെ ഇത് ഇങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ വരാനും മനസ്സിലാവാനൊക്കെ എളുപ്പം. നോക്കിക്കേ, ട്രാൻസിറ്റീവ് ആയിരിക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ട്രാൻസിറ്റീവ് ആയിരിക്കുമോ? ട്രാൻസിറ്റീവ് അല്ല. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം 3 എടുക്കുവാണ്. ഇപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2. 3/2ൻ്റെ ക്യൂബ്. 3/2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, 3/2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27/2 ക്യൂബ് 8. അപ്രോക്സിമേറ്റ്ലി ഒരു 3 പോയിന്റ് സംതിങ് ആണ് വരിക അല്ലേ. അപ്പോൾ 3 ലെസ് ദാൻ 3.2 ക്യൂബാണ്, അതൊക്കെ. ഇനി 3/2 ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഒരു 4/3 ഹോൾ ക്യൂബ് എടുത്താൽ എന്ത് വരും? ഇതെന്തായാലും 3/2 വലിയ വാല്യൂ ആണ്, 4 ആണ് മേലെ വരുന്നത് അല്ലേ. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു 2 പോയിന്റ് സംതിങ് ആണ് വരിക ഈ ക്യൂബിൻ്റെ വാല്യൂ. എന്ന് വെച്ച് 3 ലെസ് ദാൻ 2 പോയിന്റ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? 3 ലെസ് ദാൻ 4/3 ഇതിൻ്റെ ക്യൂബാണെന്ന് പറയാൻ പറ്റുമോ? ഇതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി എത്ര, 2 പോയിന്റ് സംതിങ്ങേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വാല്യൂ ഇവിടെ എത്രയാണ്, 3 ആണ്. അപ്പോൾ ട്രാൻസിറ്റീവ് ആകുമോ? ഇല്ല. അപ്പോൾ അതായത് ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ ഞാൻ എ ബി ആയിട്ട് എടുത്തത് 3,3/2 ആണ്. ബി സി ആയിട്ട് ഞാൻ എടുത്തത് 3/2, 4/3 ആണ്. പക്ഷെ അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടില്ല, എ സി ആയിട്ടുള്ള 3,4/3 ഈ റിലേഷനിൽ വരില്ല. മനസ്സിലായോ? ഇത് ഇങ്ങനത്തെ എക്സാമ്പിൾസ്, ഫ്രാക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾക്കത് അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് തെറ്റുന്നത് എന്നുള്ളത് മനസ്സിലാവുക.
റിയൽ നമ്പർ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 പറയുന്നു, റിയൽ നമ്പർ സെറ്റ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നാച്ചുറൽ നമ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചിലപ്പോൾ കിട്ടും. ഓക്കെ, അപ്പം ഈ തന്നിരിക്കുന്ന റിലേഷൻ a< b³ ആറിൽ റിയൽ നമ്പേഴ്സിൽ എന്തല്ല, റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് ഇനി നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് കുറച്ച് ഫങ്ഷൻസ് ആണ്. എന്തായിരുന്നു ഫംഗ്ഷൻ? ഓർമ്മയുണ്ടോ? അതൊന്ന് പൊടി തട്ടിയെടുക്കാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ്റെ ഒരു അനിയനായിട്ട് വരും അല്ലേ? അനിയനാണോ? അതെ, ഒരു സബ്സെറ്റ് ആണ്. റിലേഷൻ്റെ ഒരു സബ്സെറ്റ് ആണ് എന്ത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിലേഷൻ നമ്മൾ പറഞ്ഞു ഇതിപ്പോൾ A×B ആണ് ഈ പറയുന്ന സെറ്റ് എന്നുണ്ടെങ്കിൽ ഈ A×Bയുടെ ഒരു സബ്സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? റിലേഷനെ പറയാം. ഈ റിലേഷൻ്റെയും ഒരു സബ്സെറ്റ് ആണ് എന്ത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ റിലേഷനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സെറ്റുകൾ വരച്ചിട്ട് മാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് സാധാരണ റിലേഷനൊക്കെ കാണിക്കാറ് അല്ലേ? ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് R എന്ന് പറയുന്ന ഒരു റിലേഷൻ എടുക്കുകയാണ്. ഇത് സെറ്റ് A ആണ്, ഇത് സെറ്റ് B ആണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ABCDE എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. ഇവിടെ 1 2 3 4 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് റിലേഷൻ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ ഇങ്ങനെ മാപ്പ് ചെയ്യപ്പെടുമ്പോഴാണ് ഇതെന്താവുക? ഇത് റിലേഷൻ ആവുക. ഓക്കെ, ഈ റിലേഷൻ എപ്പോഴാണ് ഒരു ഫങ്ഷൻ ആവുന്നത്? എപ്പോഴാണ് ഒരു റിലേഷനെ നമുക്ക് ഫങ്ഷൻ ആണ് എന്ന് പറയാൻ പറ്റുക? അതാണ് ടാസ്ക്. ഇതേ റിലേഷൻ കേട്ടോ, ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനിൽ ഞാൻ പറയുമ്പം ABCDE, ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ബിയിൽ നിന്ന് മാപ്പിംഗ് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടോ? മാപ്പിംഗ് വരച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഇയിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടോ? വരച്ചിട്ടില്ല. പക്ഷെ ഫങ്ഷൻ ആണെങ്കിൽ അങ്ങനെ നമുക്ക് എലമെൻസിനെ അങ്ങനെ വിട്ടേക്കാൻ പറ്റില്ല. എല്ലാ എലമെൻസിനും മാപ്പിംഗ് വരുന്ന റിലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫങ്ഷൻസ് എന്ന് പറയുക. ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും, അതായത് ഇതാണ് ഡൊമെയിൻ അല്ലേ? എ എന്ന് പറയുന്നതാണ് ഡൊമെയിൻ. ഇതിലുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ടായിരിക്കണം? അപ്പുറത്തോട്ട് ഇമേജ് ഉണ്ടായിരിക്കണം അണ്ടർ ദിസ് റിലേഷൻ. അപ്പോഴാണ് ഇതൊരു ഫങ്ഷനായിട്ട് മാറുക. നമുക്കറിയാവുന്ന കേസാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്തൊക്കെയായിരുന്നു നമുക്ക് ഫംഗ്ഷൻ്റെ കേസിൽ വരുന്നത്? ഇതാണ് നമ്മുടെ ഡൊമെയിൻ അല്ലേ? ഡൊമെയിൻ ആണ് ഈ കാണുന്നത്. ഡൊമെയിനുള്ള എല്ലാ എലമെൻസും, ഏത് എലമെൻസ് എടുത്തു കഴിഞ്ഞാലും അപ്പുറത്ത് ഇമേജ് ഉണ്ടാകും. ഈ സാധനം ബീനെയാണ് നമ്മൾ എന്ത് പറയുക? കോ ഡൊമെയിൻ എന്ന് പറയാം. കോ ഡൊമെയിൻ എന്ന് പറയാം. ഇനി ഇപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ ഒരു 3 കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. 1 2 3 എന്ന് പറയുന്നതാണ് കോ ഡൊമെയിൻ. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എലമെൻസിലേക്കാണോ മാപ്പിംഗ് വരുന്നത് ആ എലമെൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. അപ്പോൾ ഇവിടെ കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ 1 2 3 വരും അല്ലേ? കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ 1 2 3 വരും. പക്ഷെ റേഞ്ചിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? സെറ്റ് 1 2 ആണ് ഉണ്ടാവുക. 3 അതിനകത്ത് ഉണ്ടാവില്ല. കാരണം 3ലേക്ക് ഇവിടുന്ന് ഒരു മാപ്പിംഗ് വരുന്നില്ല. 3 എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു എലമെൻറ്റിൻ്റെയും ഇമേജ് അല്ല അല്ലേ? അല്ലെങ്കിൽ 3ക്ക് ഇവിടെ ഒരു പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ 3 എന്തിൽ വരില്ല? റേഞ്ചിൽ വരില്ല. പക്ഷേ കോഡൊമെയിൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് ഫംഗ്ഷനെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ എന്താണ് പുതുതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം 1 to 1 ഫംഗ്ഷൻ ആണ്. എന്താണ് 1 to 1 ഫംഗ്ഷൻ? മക്കളെ, നമ്മളിപ്പോൾ ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ എടുക്കുവാണ്. ഒരു ഫംഗ്ഷൻ എഫ്. അപ്പോൾ ഇതിനെങ്ങനെ ഡിഫൈൻ ചെയ്യും? എഫ് ഫ്രം A to B എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് ABCDE അല്ല വേണ്ട, നമ്പേഴ്സ് കൊടുക്കുക അല്ലേ? ഇവിടെ 1 2 3 കൊടുത്തു. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാപ്പ് ചെയ്യുമ്പം 1ലേക്ക് ഈ 3 വരെ മാപ്പ് ചെയ്തു, ഡിനെ 3ലേക്ക് മാപ്പ് ചെയ്തു. ഫംഗ്ഷനായോ? ഫംഗ്ഷനായില്ലേ? എല്ലാ എലമെൻറ്റ്സും, ഡൊമെയിനുള്ള എല്ലാ എലമെൻറ്റ്സിനും മാപ്പിംഗ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരാൻ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഫംഗ്ഷനായി. പക്ഷേ മക്കളെ, ഇത് 1 1 ഫംഗ്ഷൻ അല്ല. 1 1 ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്താവണമെന്ന് അറിയോ? ഈ മാപ്പിംഗ് യുണീക്ക് ആയിരിക്കണം. യുണീക്ക് ആവുമെന്ന് പറഞ്ഞാൽ ഇത് നോക്കിക്കേ, ഇതിപ്പോൾ 3 ആളും കൂടെ എങ്ങോട്ടേക്കാണ് ഇടിച്ച് കയറി പോയേക്കുന്നത്? എങ്ങോട്ടേക്കാണ്? ഒന്നിലേക്കാണ് പോയേക്കുന്നത് അല്ലേ? അത് പറ്റില്ല. ഒരാളിലേക്ക് മാത്രം പോകുന്ന കേസാണ് എന്ത്? 1 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ വരയ്ക്കാം. ABC 1 2 3 4 5. അപ്പോൾ എ പോകുന്നത് ഇങ്ങനെ കണ്ടോ? ഇതാണ് എന്ത്? 1 1 മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് 1 1 മാപ്പിംഗ് അല്ലെങ്കിൽ 1 1 ഫംഗ്ഷനാണ്. എന്താ സംഭവിച്ചേ? ഫംഗ്ഷനായി, പക്ഷേ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഇവിടെ നോക്കിയേ, ഒന്നിൽ നിന്ന്
ഇവിടെ ഒന്നിൽ നിന്നല്ല കുറേ എണ്ണത്തിൽ നിന്ന് ഒന്നിലേക്ക് പോകുന്നുണ്ട് അല്ലേ, കുറേ എണ്ണത്തിൽ നിന്ന് ഒന്നിലേക്ക് പോകുന്നുണ്ട്. ഒരു കാര്യം കൂടെ, റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ, ഞാനിപ്പുറത്ത് എല്ലാത്തിൽ നിന്നും ഇമേജ് വേണം എന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, ഒരെണ്ണത്തിന് 2 ഇമേജ് ഉണ്ടാവാൻ പറ്റില്ല. അതായത് എനിക്ക് ഇങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം, രണ്ടും കൂടെ നടക്കില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതാണ് ഫംഗ്ഷൻ്റെ ഒരു കാര്യം. റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ എല്ലാ എലമെൻസിനും മാപ്പിംഗ് ഉണ്ടായാൽ മാത്രം പോരാ, ഒരെണ്ണത്തിന് 2 ഇമേജ് ഉണ്ടാവാൻ പാടില്ല. അത് ശ്രദ്ധിക്കണേ മക്കളെ, അത് ശ്രദ്ധിക്കണം. അതും 1 1 കൂടെ കൺഫ്യൂഷൻ ആവരുത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ ഒന്നിൽ നിന്ന് ഒരു വര മാത്രമേ, അത് ഫംഗ്ഷൻ്റെ കണ്ടീഷനാണ്. തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വരകളില്ലേ, ഒന്നിലേക്ക് വരുന്ന വരകൾ, അത് 2 എണ്ണം ആകുമ്പോഴാണ് എന്താവാത്തത്, 1 1 ആവാത്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെയാണ്, എയിൽ നിന്ന് 1ലേക്ക്, അങ്ങനെയാണെങ്കിൽ വേറെ ഒരു എലമെൻ്റ് ഒന്നും അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. ബിയിൽ നിന്ന് 2ലേക്ക്, സിയിൽ നിന്ന് 5ലേക്ക്, അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ നോക്ക്, കുറേ പേര് അങ്ങ് ഇടിച്ചു കുത്തി 1ലേക്ക് പോയി. ഇതിന് നമ്മൾ പറയുന്നത് മെനി ടു 1 എന്നാണ്. എന്താ പറയുന്നത്, മെനി ടു 1. കുറേ പേര് 1ലേക്ക് പോവാണ്. ഇവിടെ എന്താണ്, ഒരാളെ 1ലേക്ക് പോകുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് അങ്ങനെ പഠിച്ചു വയ്ക്കുക. കുറേ പേര് 1ലേക്ക് പോകുന്നു, ഒരാൾ 1ലേക്ക് പോകുന്നു. മെനി ടു 1, 1 to 1, ഒരാൾ 1ലേക്ക് പോകുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് മക്കളെ 1 1ൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഓൾജിബ്രൈക്കിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫംഗ്ഷൻസ് ഒക്കെ 1 1 ആണോ നോക്കാൻ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ചൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്, അതായത് നമ്മൾ എങ്ങനെ എടുക്കും, f(x1) ഈക്വൽ ടു f(x2) ആണെങ്കിൽ x1 ഈക്വൽ ടു x2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, ദ ഫംഗ്ഷൻ ഇസ് 1 1 എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ള 2 വാല്യൂസ് ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അതായത് f(x1) ഉം f(x2) ഈക്വൽ ആണെങ്കിൽ അവിടേക്ക് മാപ്പ് ചെയ്യുന്ന ഇവിടെയുള്ള ആളുകളും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് വരും, ഇപ്പോൾ ബിയിൽ നിന്നും 3ലേക്ക് പോയി, സിയിൽ നിന്നും 3ലേക്ക് പോയി, 1 1 ആണോ, അല്ല. അപ്പോൾ ബിയും സിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ പ്രശ്നമല്ല, ബിയിൽ നിന്ന് 3ലേക്ക് പോയി എന്ന് മാത്രമേ പറയുള്ളൂ. 1ൽ നിന്ന് 1ലേക്ക് പോയി എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൾജിബ്രൈക്കലി പ്രൂവ് ചെയ്യുക. തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ x1 x2 എന്ന് പറയുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അവരെ ഇക്വേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് x1 ഈക്വൽ ടു x2 കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ ദ ഫംഗ്ഷൻ 1 1 ആണ്. x1 നോട്ട് ഈക്വൽ ടു x2 കിട്ടുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ അത് 1 1 അല്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, സോ ഇനി എന്താണ് ഓൺ ടു ഫംഗ്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കൺസെപ്റ്റ്സ് കുറച്ചുകൂടെ ക്ലിയർ ആയി വരും മക്കളെ. അപ്പോൾ ഈ ബേസിക് കൺസെപ്റ്റ്സ് ഇപ്പോൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നോക്കിയേ, AB എന്ന് പറയുന്ന 2 സെറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് F മാപ്പ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ABCD എടുത്തിട്ടുണ്ട്, 1 2 3 4 5 എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് മാപ്പ് ചെയ്യുകയാണേ. അപ്പം എയിൽ നിന്ന് 1ലേക്ക് പോയി, ബിയിൽ നിന്ന് 1ലേക്ക് പോയി, സിയിൽ നിന്ന് 2ലേക്ക് പോയി, ഇങ്ങനെ വന്നു. ഇതെന്ത് മാപ്പിംഗ് ആ, 1 1 ആണോ? 1 1 ആണെങ്കിൽ എന്താടാ, 1ൽ നിന്ന് 1ലേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എയും ബിയും എങ്ങോട്ടാണ് പോകുന്നത്, 1ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും 1 1 അല്ല, മെനി ടു 1 ആണ്. ഓക്കെ, ഇനി ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ ആരാ, നമ്മുടെ കോ ഡൊമെയിൻ ആണ് അല്ലേ. കോ ഡൊമെയിൻ ചെക്ക് ചെയ്യുക. കോ ഡൊമെയിൻ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഈ 4നെയും 5നെയും ഇവരാരും മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല. അവർ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അവരിലേക്ക് ഒരു വരയും വരുന്നില്ല അല്ലേ. അങ്ങനെ വരുന്ന, അതായത് കോ ഡൊമെയിനിൽ എലമെൻറ്റ്സ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓൺ ടു അല്ല. കോ ഡൊമെയിൻസിൽ എലമെൻറ്റ്സ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ഓൺ ടു അല്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് ആരാ, ഇതാണ് റേഞ്ച് അല്ലേ. അപ്പോൾ ഇവിടെ റേഞ്ചും കോ ഡൊമെയിനും ഈക്വൽ ആണോ, റേഞ്ചും കോ ഡൊമെയിനും ഈക്വൽ ആണോ, അല്ല. റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്, കോ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ആണ്. അപ്പോൾ റേഞ്ചും കോ ഡൊമെയിനും ഈക്വൽ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാം മക്കളെ, ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് പറയാം. റേഞ്ചും കോ ഡൊമെയിനും ഈക്വൽ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സപ്പോസ് ഇവിടെ നമുക്കൊരു 2 എലമെൻറ്റ്സ് കൂടി ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു ഇയും സെഡും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു ഇയും സെഡും ഉണ്ട്. അപ്പോൾ ഈ 5ലേക്കും സെഡ് 4ലേക്കും പോകുന്നുണ്ടെങ്കിൽ എന്തായി, ഓൺ ടു ഫംഗ്ഷനായി. ഓക്കെ, ഈ സെറ്റിലേക്കും 5 4ലേക്കും പോകുന്നുണ്ടെങ്കിൽ അവഗണിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്തായി, ഓൺ ടു ആയി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, റേഞ്ച് കോഡൊമെയിനോട് ഈക്വൽ ആവണം. ഇതിപ്പോൾ കോഡൊമെയിൻ അല്ല, ഓൺ ടു. അപ്പോൾ ഇത് ഓൺ ടു അല്ല, നോട്ട് ഓൺ ടു. അപ്പോൾ ഓൺ ടു ആവണമെങ്കിൽ റേഞ്ച് ഇസ് ഈക്വൽ ടു കോ ഡൊമെയിൻ ആവണം. മനസ്സിലായോ? ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്.
നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നൊരു ബേസിക് ഒരു സിറ്റുവേഷണൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എ എന്ന് പറയുന്നതാണ് കുട്ടികളുടെ കളക്ഷൻ സെറ്റ്. ആ എയിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 എക്സെട്ര എക്സെട്ര. അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു എൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റോൾ നമ്പർ ഓഫ് ദ സ്റ്റുഡൻ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. റോൾ നമ്പർ, നിങ്ങൾക്ക് റോൾ നമ്പർ ഉണ്ടല്ലോ അല്ലേ, റോൾ നമ്പർ. അപ്പം മിക്കവാറും ഒരു എ ബിയിൽ തുടങ്ങുന്ന ഒരാളൊക്കെ ആയിരിക്കും റോൾ നമ്പർ 1. ഒരു എസ്ഒ സെഡോ ഒക്കെ ക്ലാസ്സിലുണ്ടെങ്കിൽ അയാളായിരിക്കും റോൾ നമ്പർ ലാസ്റ്റ് 50 വരുന്നത് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് 50 തീരുമോ? ഇല്ല. 51 52 53 ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നോക്കിക്കും, എ എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ്സിൻ്റെ സെറ്റ്, ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് 1 2 3 4 എക്സെട്ര. ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ എത്ര പേരുണ്ട് സ്റ്റുഡൻസ്? സ്റ്റുഡൻറ്റ് 1 സ്റ്റുഡൻറ്റ് 2 എക്സെട്ര അപ് ടു സ്റ്റുഡൻറ്റ് 50 വരെ ഉണ്ട്. ഇവിടെ ഞാനൊരു 50 എഴുതുന്നുണ്ട്. റോൾ നമ്പേഴ്സ് നമ്മൾ എടുക്കുമ്പം ഒന്നാമത്തെ കുട്ടിക്ക് ഒരു റോൾ നമ്പറല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഫംഗ്ഷനാണ്. രണ്ടാമത്തെ കുട്ടിക്കും ഒന്നാമത്തെ റോൾ നമ്പർ കിട്ടുമോ? ഇല്ല. രണ്ടാമത്തെ കുട്ടിക്ക് രണ്ടാമത്തെ റോൾ നമ്പർ ആണ് വരിക അല്ലേ. മൂന്നാമത്തെ കുട്ടിക്കും മൂന്നാമത്തെ റോൾ നമ്പർ ആണ് വരിക. രണ്ടുപേർക്ക് ഒരേ റോൾ നമ്പർ വരുമോ? ഒരിക്കലും വരില്ല. അപ്പോൾ ഇത് എന്ത് മാപ്പിംഗ് ആണ്? 1-1 മാപ്പിംഗ് ആണ്. ശരിയല്ലേ മക്കളെ? അതായത് ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്ക്, അതായത് ഒരു കുട്ടിക്ക് ഒരു റോൾ നമ്പർ എടുക്കുകയാണെങ്കിൽ ഒരു റോൾ നമ്പറേ ഉണ്ടാവുള്ളൂ. 2 പേർക്ക് ഒരേ റോൾ നമ്പർ ഉണ്ടാവില്ല. അപ്പോൾ ഇത് എന്ത് മാപ്പിംഗ് ആണ്? ഇതൊരു 1-1 മാപ്പിംഗ് ആണ്. 1-1 ഫംഗ്ഷനാണ്. 1-to-1 ഫംഗ്ഷനാണ്. ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കുമോ? ഓൺ ടു ആവണമെങ്കിൽ എന്താ? കോഡൊമെയിൻ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് കോഡൊമെയിൻ അല്ലേ. കോഡൊമെയിൻ എന്തായിരിക്കണം? റേഞ്ച് ആയിരിക്കണം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? 50 വരെയുള്ള കുട്ടികളെ ഉള്ളൂ നമുക്ക്. 50 പേര് കഴിഞ്ഞാൽ റോൾ നമ്പർ അലോക്കേഷൻ തീർന്നു. 51 തൊട്ട് അങ്ങോട്ടേക്ക് എന്താണ്? അവർ അനാഥരാണ് അല്ലേ. അനാഥർക്ക് എന്തില്ല? മാപ്പിംഗ് വരുന്നില്ല. അപ്പോൾ അവർ നമുക്ക് ഓൺ ടു എന്ന് പറയാൻ പറ്റുമോ? n നോട്ട് ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 എക്സെട്ര അപ് ടു 5. ഇതാണ് റേഞ്ച് വരിക. അപ്പോൾ ഇതൊരു ഓൺ ടു മാപ്പിംഗ് അല്ല. നോട്ട് ഓൺ ടു. ക്ലിയർ ആയ മക്കളെ? ഇതാണ് ബേസിക് ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. 1-1 ഓൺ ടു. റോൾ നമ്പർ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ടോപ്പിക്ക് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. 1-1 ഓൺ ടൂമായിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. എന്താണ്? ഒരു ഫംഗ്ഷൻ ഒരേ സമയം 1-1 ആവുകയാണ്, ഓൺ ടു ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. 1-1 ആൻഡ് ഓൺ ടു, ഇത് രണ്ടും കൂടെ ഒരു ഫംഗ്ഷനിൽ വരികയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. വേറൊരു കാര്യമുണ്ട് മക്കളെ, നമ്മൾ 1-1 ഫംഗ്ഷനെ നമ്മൾ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓൺ ടുവിനെ സർജക്റ്റീവ് എന്നും പറയും കേട്ടോ. ഇത് അതിൻ്റെ വേറെ പേരുകളാണ്. രണ്ടും കൂടെ വരികയാണെങ്കിൽ എന്താവും? ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ആവും. നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നോക്കിക്കേ. Show that the function f from n to n given by f of x equal to 2x is 1-1 but not on 2. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 1-1 ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് 1-1 ആവണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ f of x1 equal to f of x2 എന്ന് എടുക്കും. Let f of x1 equal to f of x2. അപ്പോൾ എന്താ വരിക? f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ് അല്ലേ. അപ്പോൾ f of x1 എന്തായിരിക്കും? 2x1 ഈക്വൽ ടു 2x2 എന്ന് കിട്ടി. രണ്ട് സൈഡിൽ നിന്നും 2 ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? x1 ഈക്വൽ ടു x2 ആണെന്ന് കിട്ടി. അപ്പോൾ f of x1 ഈക്വൽ ടു f of x2 ആയിട്ട് x1 ഈക്വൽ ടു x2 ആവുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? 1-1 ഫംഗ്ഷൻ ആണ് അല്ലേ. ഫംഗ്ഷൻ 1-1 ആണ്. ഇനി നോക്കിക്കേ, ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. മക്കളെ ശ്രദ്ധിക്കണേ, ഇത് ശ്രദ്ധിക്കണം. ഓൺ ടു ആണോ നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ f of x ഈക്വൽ ടു 2x എന്നുള്ളതിനെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? y ഈക്വൽ ടു 2x എന്ന് എഴുതുന്നു. നമുക്ക് വേണ്ടുന്ന എന്താണ്? കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച് ആവണം അല്ലേ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ f ഫ്രം n ടു n എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. y ഈക്വൽ ടു 2x ആയി. നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചിടാൻ പോവാണ്. ഇതിനെ x is equal to എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ എന്ത് വരും? x is equal to, അപ്പോൾ ഈ 2 ഇങ്ങോട്ട് വരും, y/2. x is equal to y/2. മക്കളെ, x is equal to y/2 എന്ന് പറയുമ്പം നമുക്ക് എന്താ വേണ്ടത്? കോഡൊമെയിൻ റേഞ്ച് ആവണം അല്ലേ. കോഡൊമെയിൻ റേഞ്ച് ആവണം. അപ്പം നമ്മുടെ ഇവിടുത്തെ ശ്രദ്ധ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ എന്നിലാണ് വരേണ്ടത്.
ഡൊമെയിനും റേഞ്ചിലാണ് ഓൺ ടു കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധ വരേണ്ടത്. നമ്മളിപ്പോൾ y ഈക്വൾ ടു 2x എന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഫംഗ്ഷൻ വരിക. നമ്മൾ x ഈക്വൾ ടു എന്ന് പറയുമ്പോൾ എന്താവും, ഫംഗ്ഷൻ നേരെ തിരിയും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ വരുന്നുണ്ടാവുക എന്നിൽ നിന്ന്. പക്ഷെ ഇവിടെ സെയിം ആണ്, ഫംഗ്ഷൻ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്, അതുകൊണ്ടൊരു കുഴപ്പമില്ല, ജസ്റ്റ് അവിടെ വെക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുമില്ല മക്കളെ, നമ്മൾ ഈ എക്സിന് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇവിടെ തന്നെ വരുന്നുണ്ടോ നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടുത്തെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പം ഈ എന്നിലെ വാല്യൂസ് തന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ നോക്കുകയാണ് ഓൺ ടൂല് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പ്രീ ഇമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യല് ചെയ്യാം. അതായത് ഇങ്ങനെ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ്സ് എടുത്തിട്ട് പ്രീ ഇമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ y/2 ഇതിനകത്ത് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ വൈക്ക് നാച്ചുറൽ നമ്പേഴ്സിലുള്ള വാല്യൂസ് കൊടുക്കുമ്പം എന്നിലുള്ള നമ്പേഴ്സ് തന്നെയാണോ കിട്ടുന്നത് നോക്കുകയാണ് വേണ്ടത്. നമുക്ക് ആദ്യം വൈക്ക് 1 ഇട്ട് കൊടുക്കാം. വൈക്ക് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്താവും, 1/2 ആവും. 1/2 നാച്ചുറൽ നമ്പേഴ്സിലുണ്ടോ? 1/2 നാച്ചുറൽ നമ്പേഴ്സിലുണ്ടോ? ഇല്ല, 1 തൊട്ടല്ലേ നാച്ചുറൽ നമ്പേഴ്സിൽ തുടങ്ങുക. അപ്പോൾ എക്സ് എവിടെ ഇല്ല, നാച്ചുറൽ നമ്പേഴ്സിൽ ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മക്കളെ, നമുക്ക് തന്ന ഫംഗ്ഷനെ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുമ്പം നമ്മൾ ഈ വൈക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ഈ പറയുന്ന ഡൊമൈനിൽ തന്നെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ഇവിടെ എന്തായി, ആ എക്സ് എന്ന് പറയുന്ന വാല്യൂ നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്നില്ല. അപ്പോൾ ഇതെന്തായി, ഇത് ഓൺ ടു അല്ല, നോട്ട് ഓൺ ടു. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് വരിക. ചെറിയൊരു കൺഫ്യൂഷനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു റിയൽ നമ്പേഴ്സിനുള്ള സാധനം കൂടെ കാണിച്ചു തരാം. എഫ് ഫ്രം ആർ ടു ആർ ആണെന്ന് വിചാരിക്കാം. എഫ് ഫ്രം ആർ ടു ആർ ആണ്, സെയിം ഫംഗ്ഷൻ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. സെയിം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു. 1 ആയിരിക്കും, ഒരു വ്യത്യാസവും ഇല്ല, സെയിം പ്രൊസീജിയർ ആയിരിക്കും. അപ്പോൾ y ഈക്വൽ ടു 2x എന്ന് എടുത്തു, എക്സ് ഇസ് ഈക്വൽ ടു y/2. അപ്പോൾ ഈ y ഈക്വൽ ടു 2x എന്ന് പറയുമ്പം ആറിൽ നിന്ന് ആറിലേക്ക്, ഇപ്പം ഞാൻ തൽക്കാലം ഇത് മനസ്സിലാവാൻ വേണ്ടി ഇതിന് R1 R2 എന്ന് എടുക്കുകയാണ്. ഇത് R1ൽ നിന്ന് R2ലേക്ക് ആയിരിക്കും കേട്ടോ. സെയിം റിയൽ നമ്പേഴ്സിൻ്റെ സെയിം സെറ്റാണ്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ എക്സ് ഈക്വൽ ടു y/2 എന്ന് പറയുമ്പോൾ എന്തായി, തിരിച്ചിങ്ങോട്ടാണ് വരേണ്ടത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഫംഗ്ഷൻ വരിക, R2ൽ നിന്ന് R1ലേക്കാണ് വരിക. അതിപ്പോൾ സെയിം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഇവിടെ മാറ്റങ്ങൾ വരുന്നില്ല, പക്ഷേ എയും ബിയും ആണെങ്കിൽ മാറിയേനെ. നിങ്ങൾ ഇത് മാത്രം ജസ്റ്റ് പഠിച്ചു വയ്ക്കാം. ഇനി അപ്പോൾ എക്സ് ഈക്വൽ ടു y/2 ആകുമ്പോൾ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഇവിടുന്ന് നമ്മൾ വൈക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പം ഈ റിയൽ നമ്പറിൽ ഇവിടെ തന്നെയാണോ വാല്യൂസ്, R1ൽ വാല്യൂസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നോക്കി, ഇപ്പം വൈക്ക് 1 ഇട്ട് കൊടുത്തു. വൈക്ക് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എവിടെ വരും, 1/2 വരും. ഈ എക്സ് 1/2 എന്നുള്ളത് റിയൽ നമ്പറിൽ വരുന്ന നമ്പറാണോ? റിയൽ നമ്പറിൽ വരുന്ന നമ്പറാണ്, പക്ഷെ നാച്ചുറൽ നമ്പറിൽ വരുന്ന നമ്പർ അല്ല. അപ്പോൾ ഇവിടെ 6 റിയൽ നമ്പേഴ്സ് ആണ് സെറ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താവും, ഓൺ ടു ആവും. നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ സെറ്റ് എന്നുണ്ടെങ്കിൽ എന്താവും, ഓൺ ടു ആവില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ, നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ്. എഫ് ഓഫ് 1 ഈക്വൽ ടു എഫ് ഓഫ് 2 ഈക്വൽ ടു 1 ആണ്. ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x-1 ഫോർ എവറി എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇത് ഓൺ ടു ആണ്, പക്ഷേ 1 അല്ല എന്ന് കാണിക്കണം. 1 അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ്, 1ൽ നിന്നും 2ൽ നിന്നും 1ലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ 1ൻ്റെ ഇമേജും 2ൻ്റെ ഇമേജും 1 ആണ്. അപ്പോൾ 1 ആണോ? 1 അല്ല. ഇനി ഓൺ ടു ആണോ നോക്കുക. നമുക്ക് ഈ ഫംഗ്ഷനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 1,2 x-1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിക്കൂടെ? യെസ്. ഇനി നോക്കിക്കേ, ഓൺ ടു ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓൺ ടു നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന് ഓക്കെ ആണ്, ഇതിപ്പോൾ ജസ്റ്റ് അവിടെ തന്നെ നിൽക്കട്ടെ, ഈ ഭാഗം മാത്രം എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x-1 എന്ന് കിട്ടി. ഞാൻ y ഇസ് ഈക്വൽ ടു x-1 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് x ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും, y+1 എന്ന് എഴുതാൻ പറ്റും. x ഇസ് ഈക്വൽ ടു y+1 എന്ന് എഴുതാൻ പറ്റും. +1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വൈക്ക് നാച്ചുറൽ നമ്പേഴ്സിലുള്ള വാല്യൂസ് ഏതിട്ട് കൊടുത്തു കഴിഞ്ഞാലും എക്സിൻ്റെ വാല്യൂസ് എന്ത് തന്നെയാണ് വരിക, നാച്ചുറൽ നമ്പർ തന്നെയല്ലേ വരിക. അപ്പോൾ അവർ ഡിഫൈൻഡ് ആയില്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതെന്താണ്, ഓൺ ടു ഫംഗ്ഷൻ ആണ്. നമുക്ക് ഡൊമെയിൻ മാറ്റേണ്ട ആവശ്യമില്ല, നേരത്തെ വന്നൊരു 1/2 വരുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലുള്ള വാല്യൂസ് ഇട്ട് കൊടുത്താലും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വാല്യൂ തന്നെയാണ് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ത് ഫംഗ്ഷനാണ്, ഓൺ ടു ഫംഗ്ഷനാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഓൺ ടു ഫംഗ്ഷനാണ്. ഇനിയിപ്പോൾ നമ്മൾ 2 ഇട്ട് കൊടുത്തു അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടുന്ന് പ്രീ ഇമേജ് നോക്കുക, എന്താണ് വരിക,
1ലേക്കാണ് പോകുന്നത്, അത് നാച്ചുറൽ നമ്പറാണ്. 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1ലേക്കാണ് പോകുന്നത്, അതും നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ എല്ലാ എലമെൻസിനും ഇത് കറക്റ്റ് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് തന്നെ മാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഇനി 1 1 അല്ല എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്യണോ? f of 1 equal to f of 2 equal to 1, but 1 not equal to 2. Not 1 1. Not 1 1. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Show that the function f from R to R defined as f of x equal to x square is neither 1 1 nor onto. Okay. നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നതിൽ നമ്മൾ ഓൾജിബ്രൈക്കലി ആണ് പ്രൂവ് ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ 1 1 ഓൺ ടു ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കലി പ്രൂവ് ചെയ്യാം. അങ്ങനെ ഒരു മെത്തേഡ് കൂടെ നമുക്ക് ഉണ്ട്, ഗ്രാഫിക്കൽ. അതായത് മക്കളെ ശ്രദ്ധിക്കണേ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ വരച്ചു. ഇപ്പോൾ ഒരു 1 1 ഫംഗ്ഷൻ ആണെന്ന് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരച്ചു. നമ്മളിതിനെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്നാണ് പറയുക. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് അതായത് ഈ എക്സ് ആക്സിസ് ആണല്ലോ ഹൊറിസോണ്ടലി കിടക്കുന്ന ലൈന് അല്ലേ? അപ്പോൾ നമ്മൾ ഈ എക്സ് ആക്സിസിന് പാരലായിട്ട് കുറേ വരകൾ ഇങ്ങനെ വരയ്ക്കുവാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു, ഇവിടെ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ നമ്മുടെ അതിൻ്റെ ഡൊമെയിൻ എവിടെ വരെയാണോ അവിടെ വരെ നമ്മളിങ്ങനെ വരകൾ വരയ്ക്കുന്ന സമയത്ത് ഈ വര നമ്മുടെ ഗ്രാഫിൽ എക്സാക്ട്ലി ഒരു തവണയാണ് ടച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ എന്താവുള്ളൂ? 1 1 ഫംഗ്ഷൻ ആവുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ ഈ വര എടുത്തു, ഈ വര ഇപ്പോൾ ഈ ഗ്രാഫ് നോക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലേ? ഈ വര എടുത്തു, ഈ വര ഒരു സ്ഥലത്തേ ടച്ച് ചെയ്യുന്നുള്ളൂ, എക്സ് ആക്സിസ് ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലേ? ഓരോ എക്സാക്ട്ലി ഒരു സ്ഥലത്ത് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഫംഗ്ഷൻ 1 1 ആണെന്ന് പറയും. ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 1 1, ഒരു സ്ഥലത്ത് മാത്രമേ ടച്ച് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ അല്ലാത്തൊരു കേസ് കാണിച്ചു തരാം. അപ്പോൾ നോക്കുക, ഇതാ ഇങ്ങനൊരു ഗ്രാഫ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഫംഗ്ഷൻ വിചാരിച്ച് ഞാനിപ്പോൾ ഇതാ വര വരയ്ക്കുമ്പോൾ നോക്ക്, നിങ്ങൾ കാണുന്നുണ്ടോ? അതാ ഇവിടെയും 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 ഒക്കെ തൊട്ടു. അതായത് ഈ ഒരു ലൈൻ തന്നെ 2 സ്ഥലത്ത് തൊട്ടു. അപ്പോൾ എന്തല്ല? 1 1 അല്ല. ഈ ലൈൻ 2 സ്ഥലത്ത് തൊട്ടു. അപ്പോൾ എന്തല്ല? 1 1 അല്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഗ്രാഫിക്കലി നമ്മൾ പ്രൂവ് ചെയ്യുമ്പോഴുള്ള 1 1ൻ്റെ ടെസ്റ്റ്. ഇനി ഓൺ ടു ആണെങ്കിൽ ഗ്രാഫിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഓൺ ടു ആണ് നമ്മുടെ ചെക്ക് ചെയ്യാനുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഗ്രാഫ് വരയ്ക്കുകയാണ്. സെയിം ടെസ്റ്റ് ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് വര വരച്ചു ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഡൊമെയിനിൽ എവിടെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും ഒരു സ്ഥലത്തെങ്കിലും നമ്മുടെ ലൈൻ എന്ത് ചെയ്യണം? ഈ ഒരു ഗ്രാഫിനെ ടച്ച് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റിലെങ്കിലും. അപ്പോൾ നോക്കിക്കേ, എവിടെ വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നൊരു ഗ്രാഫാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എവിടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാലും ഈ എവിടെ ഹൊറിസോണ്ടൽ വരച്ചാലും ഈ ഗ്രാഫിനെ ടച്ച് ചെയ്യില്ലേ? ഒരു തവണയെങ്കിലും ടച്ച് ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇനി ഓൺ ടു അല്ലാത്തൊരു ഫംഗ്ഷൻ കാണിച്ചു തരട്ടെ. ഇതാ ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും എന്തിൻ്റെ ഗ്രാഫാണ്? ശരിക്കും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഞാനിതാ ഇവിടെ ഒരു വര വരച്ചു. ഇത് ഡൊമെയിനിലുള്ള സ്ഥലമല്ലേ? അതായത് ഇപ്പം ഇവിടെ വരുന്ന വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ഇപ്പം -2. നമ്മൾ റിയൽ നമ്പറിലാണ് നമ്മൾ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിഫൈൻ ചെയ്യുക അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ വര വരച്ചപ്പോൾ ഗ്രാഫ് ടച്ച് ചെയ്യുന്നുണ്ടോ? ടച്ച് ചെയ്യുന്നില്ല. അതിൻ്റെ മീനിങ് എന്താണ്? ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. 1 1 ആയിരിക്കുമോ? 1 1 ആയിരിക്കും. എന്താ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ എന്തുണ്ട്? ഇവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്താ ഗ്രാഫിൽ തൊടുന്നുണ്ട്, പക്ഷേ 2 സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 1 1 ആയിരിക്കുമോ? 1 1 ആയിരിക്കില്ല. അപ്പം ഇവിടെ നമ്മൾ പോസിറ്റീവ് ഇവിടുന്ന് മേലേക്ക് എടുക്കുകയാണെങ്കിൽ, ഇവിടുന്ന് മാത്രം മേലേക്ക് എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു ആണ്. പക്ഷെ മൊത്തം ഡൊമെയിൻ എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു അല്ല. ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടോ മക്കളെ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം അല്ലേ? ഇത് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ വരച്ച സെയിം ഗ്രാഫാണ്. നോക്കിയേ, ഇതാണ് നമ്മുടെ ഗ്രാഫ് വരിക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം ഇതാണ് നിങ്ങളുടെ ഗ്രാഫ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഹൊറിസോണ്ടൽ ടെസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് പറയാൻ പറ്റുമോ? 1 1 ആയിരിക്കുമോ? 6ൽ നിന്ന് 6ലേക്കാണ്, റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പം ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡൊമെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ നോക്ക്, നമ്മൾ ഹൊറിസോണ്ടൽ ടെസ്റ്റ് വരച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ 2 സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തല്ല? നോട്ട് 1 1. ഇനി ഞാൻ വരയ്ക്കുന്ന വര ഓൺ ടുവിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനാണ്. ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ്, കുഴപ്പമില്ല, ഗ്രാഫ് ടച്ച് ചെയ്യുന്നുണ്ട്, മേലേക്ക് ഓൺ ടു ആണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് ഓൺ ടു ആണ്. പക്ഷേ താഴെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ എന്തല്ല മക്കളെ?
അതിന് പ്രീ ഇമേജ് കിട്ടില്ല അല്ലേ. അതായത് സ്ക്വയറിൻ്റെ വാല്യൂ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ക്വയർ എപ്പോഴെങ്കിലും നെഗറ്റീവ് ആകുമോ? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് താഴേക്ക് ഗ്രാഫ് വരാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നെഗറ്റീവ് ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ അതിനെന്തില്ല, പ്രീ ഇമേജ് ഇല്ല. അതായത് ഇപ്പോൾ നമുക്ക് ഒരു എന്തിൻ്റെങ്കിലും ഒരു സ്ക്വയർ ഇപ്പോൾ -2 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ -4 കിട്ടുമായിരുന്നെങ്കിൽ ഇത് താഴേക്കും വന്നേനെ. പക്ഷേ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി നമുക്കില്ലല്ലോ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് താഴേക്ക് ഗ്രാഫ് ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, നോട്ട് ഓൺ ടു ആണെന്നും പറയും. ഇനി ഗ്രാഫിക്കലി അല്ല ആൾജിബ്രൈക്കലി ആണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നോക്കിയേ, 1 എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, f(x1) = f(x2) എന്നെടുക്കുക. അതായത് x1 സ്ക്വയർ = x2 സ്ക്വയർ. x1 സ്ക്വയർ = x2 സ്ക്വയർ ആണെങ്കിൽ x1 = x2 ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? നോക്കിയേ, -2 സ്ക്വയർ 4 ആണ്, 2 സ്ക്വയർ 4 ആണ്. പക്ഷേ എന്ന് വെച്ചിട്ട് -2 ഈക്വൽ ആണോ? -2 ഈക്വൽ ആണോ? ഈക്വൽ അല്ല. അപ്പം നമുക്ക് ഇതിന്ന് എന്ത് പറയാൻ പറ്റില്ല, x1 = x2 ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഡസ് നോട്ട് ഇംപ്ലൈ x1 = x2 എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺ 1 നോട്ട് 1. ക്ലിയർ ആയോ? ഇനി ഓൺ ടു ആണെന്ന് നമുക്ക് കാണിച്ചേക്കാം. ഓൺ ടു ആണോ അല്ലയോ നോക്കാം. ഓൺ ടൂന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരുന്നു മക്കളെ ചെയ്തത്, y = x സ്ക്വയർ എന്നെടുത്തു അല്ലേ. y = x സ്ക്വയർ എന്നെടുത്തു. അപ്പോൾ x എന്ത് വരും, x = √y എന്ന് വന്നു. x = √y. ഇനി എന്താ ചെയ്യണ്ടേ, നമ്മൾ എന്താ ചെയ്യണ്ടേ, ഓൺ ടു ആണോ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, x √y. അപ്പോൾ നമ്മൾ ഇവിടെ വൈൻ്റെ ഉള്ളിൽ നമുക്ക് ഈ വൈക്ക് എന്ത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും റിയൽ നമ്പറിലുള്ള എക്സ് കിട്ടണം, ശരിയല്ലേ? അങ്ങനെ കിട്ടാൻ വഴിയുണ്ടോ? ഈ വൈക്ക് ഞാനൊരു -2 ഇട്ടു എന്ന് വിചാരിക്കുക. -2 വൈക്ക് ഞാൻ -2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ എന്താ വരിക, കോംപ്ലക്സ് നമ്പർ ആയി പോകും അല്ലേ. റിയൽ നമ്പർ ആകുമോ? റിയൽ നമ്പർ ആവില്ല. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഒരു നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിലുള്ള എന്തിട്ട് കഴിഞ്ഞാലും, അല്ലെങ്കിൽ പോസിറ്റീവ് ഇട്ടാലും കുഴപ്പമില്ല, നെഗറ്റീവ് നമ്പേഴ്സിൽ വരുന്ന എന്തിട്ട് കഴിഞ്ഞാലും നമുക്ക് റിയൽ നമ്പർ തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ഇതെന്തല്ല, ഓൺ ടു അല്ല, നോട്ട് ഓൺ ടു. ക്ലിയർ ആണോ? ഇങ്ങനെയാണോ ആൾജിബ്രൈക്കലി പ്രൂവ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്കലി ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇതേപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ് f(x) = x³ എന്ന് പറഞ്ഞു വരുന്നത്. ഗ്രാഫിക്കലി ഒന്ന് വരച്ചാൽ ഇതാണ് മക്കളെ x³. നിങ്ങൾക്ക് 0 കൂടെ പോകണം. 0 പോകുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഏകദേശം x³ ഗ്രാഫ് വരിക. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്ക്, എവിടെ വരച്ചാലും എന്താ വരുള്ളൂ, ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ട്, എക്സാക്ട്ലി ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാകുമ്പോൾ 1 ആണ്, ഓൺ ടു ആണ്. അപ്പോൾ മക്കളെ അത് ശ്രദ്ധിക്കുക. നമ്മുടെ ഓൺ ടു കണ്ടീഷൻ പ്രകാരം ഒരു സ്ഥലത്ത് എങ്കിലും ടച്ച് ചെയ്യണം ഡൊമൈനിൽ മൊത്തം എന്നാണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യണം എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യണം എന്നുള്ളതാണ് 1 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രണ്ടും കൂടെ വരുന്ന സമയത്ത് എന്താവും, ബൈജക്റ്റീവ് ആവണമെങ്കിൽ എന്താവും, എക്സാക്ട്ലി ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോഴാണ് 1 ഓൺ ടു ആവുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ശരിക്കും ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി, x³ എന്ന് പറയുന്നത് 1 ഫംഗ്ഷനും ആണ്, ഓൺ ടു ഫംഗ്ഷനും ആണെന്ന് കിട്ടും. ഗ്രാഫിക്കലി കിട്ടി. ഓൾജിബ്രൈക്കലി നമുക്കൊന്ന് നോക്കാം. ഓൾജിബ്രൈക്കലി 1 ആണോ നോക്കണമെങ്കിൽ നമ്മൾ എന്തെടുത്തു, f(x1) = f(x2) ആണെന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ x1³ = x2³. അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് ആ സ്ക്വയറിൻ്റെ അടുത്ത് വന്ന പ്രശ്നം ഇവിടെ വരുമോ? ശരിക്കും വരില്ല. കാരണം എന്താ, അപ്പം അവിടെ നെഗറ്റീവ് ആയിരുന്നു പ്രശ്നം അല്ലേ. പക്ഷേ ഇവിടെ നമുക്കറിയാം നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാലും നെഗറ്റീവ് തന്നെയാണ് വരിക. പോസിറ്റീവ് നമ്പറിൻ്റെ ക്യൂബ് എടുത്താലേ എന്ത് വരുള്ളൂ, പോസിറ്റീവ് വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ നെഗറ്റീവിൻ്റെ ഇഷ്യൂ ഇവിടെ വരില്ല. ഇങ്ങനെ നമുക്ക് ക്യൂബുകൾ ഈക്വൽ ആണെങ്കിൽ x1ഉം x2ഉം ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഓൺ ടു ആണെന്ന് പറയാം. റൈറ്റ്. ഇനി ഓൺ ടു അല്ല, 1 ആണെന്ന് പറയാം. 1 ആണെന്ന് പറയാം. ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക മക്കളെ. y = x³ എന്ന് എടുക്കുക. x = y⁻1/3 എന്ന് വരും. y⁻1/3 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, നെഗറ്റീവിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട്, നെഗറ്റീവിൻ്റെ ക്യൂബ് റൂട്ട് നെഗറ്റീവ് തന്നെ വരുന്നത് കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എന്തിട്ട് കൊടുത്താലും റിയൽ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതും ഓൺ ടു ആണെന്ന് പറയാം. ഓൺ ടു ആണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് നമുക്ക് 1 ഓൺ ടുവിലും വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. അതായത് മക്കളെ നമുക്ക് 2 ഫങ്ഷൻസ് ഉണ്ട്. അതായത്
എയിൽ നിന്ന് ബിയിലേക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ബിയിൽ നിന്ന് സിയിലേക്ക് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ബിയിൽ നിന്ന് സിയിലേക്ക് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ എഫ് ആണ്. ജി കോമ്പോസിഷൻ എഫ്. ആ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും അറിയോ? എയിൽ നിന്ന് സിയിലേക്കായിരിക്കും. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്കായിരിക്കും. അതായത് മക്കളെ ഓർത്തിരിക്കുക, അതായത് ഇവിടെയുള്ളൊരു എലമെന്റ് എക്സ്. ഈ എക്സിന് ഞാൻ ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുക. എന്തിൻ്റെ അണ്ടറില മാപ്പ് ചെയ്യുന്നത്? ഫംഗ്ഷൻ എഫ് ആണ് മാപ്പ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷന് ഈ എഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്തിട്ട് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ടാവും. ശരിയല്ലേ? അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, അതിനെ എഫ് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്തു? ബിയിലേക്ക് മാപ്പ് ചെയ്തു. അപ്പോൾ ബിയിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. അത് ഏതോ എലമെന്റ്, എയോ ബിയോ സിയോ എന്തെങ്കിലും 1ഓ 2ഓ 23ഓ എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടാവും. ഓക്കെ, ഇനി ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സിനെയാണ് ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഇവിടെയുള്ള എലമെന്റ്സിന് സിയിലേക്ക് മാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന ഈ എലമെന്റ് ഏത് ഫോമിലായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് എക്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ അത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വരുന്നത്? ഈ എക്സ് എവിടെയുള്ള എക്സാ? എയിലുള്ള എക്സ് അല്ലേ? ഈ ജി ഓഫ് എഫ് ഓഫ് എക്സ് എവിടെയുള്ളതാ? സിയിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? എയിൽ നിന്ന് സിയിലേക്കായിരിക്കും. ക്ലിയർ ആയോ? ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഇവിടെയുള്ള എക്സിനെ ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിലേക്ക് മാപ്പ് ചെയ്യുന്ന എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും ജി കോമ്പോസിഷൻ എഫ്. ക്ലിയർ ആണല്ലോ? സിമ്പിളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രോബ്ലം വരെ ഇങ്ങനെയൊന്നും അല്ല. പ്രോബ്ലം നോക്കുക. എഫ് ഓഫ് എക്സ് വന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് വന്നിട്ടുണ്ട്. ജി കോമ്പോസിഷനും എഫ് കോമ്പോസിഷൻ ജിയും ഉണ്ട്. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി എന്തായിരിക്കും ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. സിയിൽ നിന്ന് എയിലേക്കായിരിക്കും എഫ് കോമ്പോസിഷൻ ജി വരും. നേരെ അതിനെ തലതിരിച്ചിട്ടു. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇവിടെ പ്രോബ്ലം നോക്കിയേ. എഫ് തന്നിരിക്കുന്നത് കോസ് എക്സ് ആണ്, ജി തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. നമ്മൾ എഴുതേണ്ടത് ഈ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിനെ നമ്മൾ എഴുതേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ഒരൊറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതായത് സംഭവം കൺസെപ്റ്റ് മനസ്സിലാവും. ഇതിന് നമ്മൾ എഴുതേണ്ടത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഈ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ തന്നെ ബാക്കി നിങ്ങൾക്ക് ഇനി സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ജി ഓഫ് എക്സ് അല്ലേ? ആ എക്സിന് പകരം നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കുക. ആ എക്സിന് പകരം നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കുക. അതായത് ഇവിടുത്തെ എക്സിന് പകരം എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് വേണ്ട എന്താണ്? എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. മനസ്സിലായോ? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സിന് പകരം എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി എഫ് ഓഫ് എക്സ് എന്താ? കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് ഹോൾ സ്ക്വയർ വരും. മനസ്സിലായോ? കോസ് എക്സ് ഹോൾ സ്ക്വയർ വരും. അതാണ് ജി കോമ്പോസിഷൻ എഫ്. ഇനി എഫ് കോമ്പോസിഷൻ ജി ആണെങ്കിൽ എന്ത് വരും? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്. അതും ഇതുപോലെ തന്നെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോസ് എക്സ് ആണ് അല്ലേ? അതായത് കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് ഓഫ് ജി ഓഫ് എക്സ് വരും അല്ലേ? കോസ് ഓഫ് ജി ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ. അപ്പോൾ കോസ് എക്സ് സ്ക്വയർ. ഇതാണ് എഫ് കോമ്പോസിഷൻ ജി വരിക. ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജി എഴുതാൻ പഠിച്ചല്ലോ. സിമ്പിൾ അല്ലേ? ഒറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിളായിട്ട് എഴുതാം. ഇവിടെ തന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു സൈൻ എക്സ് എടുക്കാം. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു മോഡ് എക്സ് എടുക്കാം. അപ്പോൾ നിങ്ങൾ എഫ് കോമ്പോസിഷനും ജി കോമ്പോസിഷനും എങ്ങനെയാണ് ചെയ്യുക? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ഓഫ് ജി ഓഫ് എക്സ് അല്ലേ? സൈൻ ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരും സൈൻ ഓഫ് മോഡുലസ് ഓഫ് എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് വരുന്നത് ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ജി ഇവിടെ മോഡ് എക്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വരും മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വരും. എഫ് ഓഫ് എക്സ് എന്താ? സൈൻ എക്സ് ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് സൈൻ എക്സ്. ഇതാണ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻസ് കണ്ടുപിടിക്കുക. ഇത് വെച്ചിട്ടാണ് നമുക്ക് അടുത്തൊരു കൺസെപ്റ്റ് പറയാനുള്ളത്, ഇൻവേഴ്സ് ഓഫ് ഈ ഫംഗ്ഷൻ.
നമ്മുടെ കയ്യിൽ രണ്ട് ഫങ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, എഫും ജിയും. ഈ രണ്ട് ഫങ്ഷൻസിനെ നമ്മൾ കോമ്പോസിഷൻ ആയിട്ട് എഴുതുമ്പം എഫ് കോമ്പോസിഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നും ജി കോമ്പോസിഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നും കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും മക്കളെ? എഫ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ജി. എഫ് ഈസ് ദി ഇൻവേഴ്സ് ഓഫ് ജി. തിരിച്ചും പറയും ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. മനസ്സിലായോ? നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് എടുത്തിട്ട് ഇങ്ങനെ കോമ്പോസിഷൻ എഴുതുമ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഐഡന്റിറ്റിയിലോട്ടാണ്, ഐഡന്റിറ്റി മാപ്പിംഗ് ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻസ്. ഇനി എഫിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എഫിന് എന്ത് വിളിക്കും? ഇൻവേർട്ടിബിൾ ആണെന്ന് വിളിക്കും. ഓക്കെ, എഫിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്ന് വിളിക്കും. ഇനി ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, എപ്പോഴാണ് എഫ് ഇൻവേർട്ടിബിൾ ആവുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് മക്കളെ. എഫ് ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇസ് ബൈജക്റ്റീവ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എഫ് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ എഫ് ബൈജക്റ്റീവ് ആവണം. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? 1 1 ഉം 1 2 ആയിരിക്കണം. ഇനി എഫ് 1 1 ഉം 1 2 ആണെങ്കിൽ എഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതാണ് ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് വെച്ചാൽ എഫ് ബൈജക്റ്റീവ് ആണെങ്കിൽ എഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കും, ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ബൈജക്റ്റീവ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇൻവേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Show that the function f from R to R defined by f of x equal to 3x is invertible and find the inverse. Invertible ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 1 1 on 2 ആണെന്ന് കാണിക്കണം അല്ലേ? അപ്പോൾ നോക്കിയേ, ഇത് ശരിക്കും 3x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ 1 1 on 2 ആണെന്ന് ഒബ്വിയസ്ലി മനസ്സിലാവും. ആൾജിബ്രൈക്കലി നമുക്ക് നോക്കാം. 1 1 ആദ്യം നോക്കാം. 1 1 1 1, അതായത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെന്ന് എടുത്തു. അതായത് 3x1 ഈക്വൽ ടു 3x2 ആണെന്ന് കിട്ടി. 3 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് x1 ഈക്വൽ ടു x2 ആണെന്ന് കിട്ടുമല്ലോ. 1 1 ആണെന്ന് കിട്ടിയില്ലേ? യെസ്. ഓൺ ടു ആണോ? ഒന്നും ചെക്ക് ചെയ്തേ. ഓൺ ടു y ഇസ് ഈക്വൽ ടു 3x. ശ്രദ്ധിക്കണം, എഫ് ഫ്രം ആർ ടു ആർ ആണ് കേട്ടോ. y ഈക്വൽ ടു 3x ആണെങ്കിൽ x എന്താ വരിക? y/3 ആണ്. അപ്പോൾ ഏത് നമ്പർ ആയാലും പ്രശ്നമില്ല, റിയൽ നമ്പർ ആണ്. നമ്മൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും റിയൽ നമ്പറിലെ വാല്യൂ തന്നെയാണ് തിരിച്ച് കിട്ടുക. വൈക്ക് എന്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും എക്സിന് റിയൽ നമ്പറിലെ വാല്യൂ തന്നെയാണ് തിരിച്ച് കിട്ടുക. ഓൺ ടു ആണ്. അപ്പോൾ എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ? ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഓൺ ടുവിനെ പ്രോസസ്സ് ചെയ്യുന്നില്ലേ, അതേ പ്രോസസ്സ് ചെയ്താൽ മതി. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x എന്നെടുത്തു, അതായത് y ഈക്വൽ ടു 3x എന്നെടുത്തു. ഇവിടെ നമ്മൾ തലതിരിച്ച് എന്ത് എഴുതുന്നു? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്നു. എക്സ് ഈക്വൽ ടു എന്താണ്? y/3. ഇതാണ് നമ്മൾ ഓൺ ടൂവിൽ ചെയ്യുന്ന സ്റ്റെപ്പ് അല്ലേ? അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ വൈക്ക് പകരം എക്സ് തന്നെ ഇട്ട് കൊടുക്കുക /3. എന്താ ചെയ്തേ? നമ്മൾ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി. അപ്പം ഈ y/3 എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ ഇൻവേഴ്സ്. നമ്മുടെ ഫംഗ്ഷൻ 3x ആണെങ്കിൽ y/3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻവേഴ്സ്. പക്ഷെ നമ്മുടെ ഫംഗ്ഷൻ എക്സിലായതുകൊണ്ട് അതിന് x/3 എന്ന് എഴുതി. മനസ്സിലായോ? അതായത് നോക്കുക, ഇപ്പം 3x കോമ്പോസിഷൻ അല്ലെങ്കിൽ x/3, ഇതിൻ്റെ കോമ്പോസിഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? കോമ്പോസിഷൻ ചെയ്യുമ്പോൾ i കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഒരു ഇതായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇപ്പോൾ ഇതാണ് ഇൻവേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. എഫ് ഇസ് ഈക്വൽ ടു 3x എന്നെടുത്തു. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് x/3 എന്നെടുത്തു. ഇതിൻ്റെ കോമ്പോസിഷൻ നോക്കിക്കേ. എഫ് കോമ്പോസിഷൻ ഓഫ് എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും വരിക? 3 ഓഫ് എക്സിന് പകരം x/3 കൊടുക്കുക. 3 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? എക്സ് കിട്ടി. അപ്പോൾ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എക്സ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻവേഴ്സ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാം. നമുക്ക് വൈൻ്റെ ടേംസിലൊരു ഫംഗ്ഷൻ കിട്ടും. ആ വൈൻ്റെ ടേംസിലുള്ള ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യുക? വൈ റീപ്ലേസ് ചെയ്ത് എക്സ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻവേഴ്സ് കിട്ടും. ക്ലിയർ ആയോ? അടുത്ത ഒരു ചോദ്യം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇത് നോക്കിക്കേ, എഫ് ഇൻവേർട്ടിബിൾ ആണോ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. എൻ്റെ സെറ്റ് നോക്കിക്കേ, 6ൽ നിന്ന് -3 ചെയ്തു. 6ൽ നിന്ന് 3നെ കളഞ്ഞു. ബിനെ
ആറിൽ നിന്ന് 1 കളഞ്ഞു എന്നതാണ് ബി. ഓക്കെ, അപ്പോൾ നോക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. എന്തിനാടാ എയിൽ നിന്ന് നമ്മൾ സെറ്റ് എടുക്കുമ്പോൾ ആറിൽ നിന്ന് 3 കളഞ്ഞാൽ എന്തിനാ? എഫ് ഫ്രം എ ടു ബി ആണല്ലേ, അപ്പോൾ ഡൊമൈൻ ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡൊമൈനിൽ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകുമോ? ഇല്ല. 3 വന്നാൽ 0 ആയി പോവും, ഡിഫൈൻഡ് ആവില്ല. അതുകൊണ്ടാണ് ആറിൽ നിന്ന് 3 കളഞ്ഞത്. ഇനി നോക്ക്, ഇത് ഇൻവേർട്ടിബിൾ ആണോ? ഇൻവേർട്ടിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 1 1 ഓൺ 2 ആണോ നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണെ. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ആണെന്ന് എടുത്തു. നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ വരും? x1 minus 2 divided by x1 minus 3 equal to x2 minus 2 divided by x2 minus 3. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ x1 minus 2 ഇൻറ്റു x2 minus 3 ഈക്വൽ ടു x1 minus 3 ഇൻറ്റു x2 minus 2. മൾട്ടിപ്ലൈ ചെയ്തേ. x1 x2 മൈനസ് 3 x1 മൈനസ് 2 x2 പ്ലസ് 6 ഈക്വൽ ടു x1 ഇൻറ്റു x2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. x1 x2 മൈനസ് 2 x1 മൈനസ് 3 x2 പ്ലസ് 6. ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന എന്തൊക്കെയോ ഇതിനകത്തുണ്ട്. നോക്ക്, x1 x2 രണ്ട് സൈഡിലും ഉണ്ട്, പ്ലസ് 6 രണ്ട് സൈഡിലും ഉണ്ട്. ബാക്കി എന്താ നമുക്ക് ബാക്കി വരുന്നത്? മൈനസ് 3x1 മൈനസ് 2x2 ഈക്വൽ ടു മൈനസ് 2x1 മൈനസ് 3x2. ഇവിടുന്ന് x1നെ x2നെ ടേംസിനെ ഒന്നിച്ചെഴുതുക, അതായത് x1കളെ ഒന്നിച്ച് x2കളെ ഒന്നിച്ച്. അപ്പം മൈനസ് 3x1 പ്ലസ് 2x1 ഈക്വൽ മൈനസ് 3x2 പ്ലസ് 2x1. അതായത് മൈനസ് x1 ഈക്വൽ ടു മൈനസ് x2 എന്ന് പറഞ്ഞാൽ എന്താ? x1 x2 സെയിം അല്ലേ? x1 x2 സെയിം ആണ്. നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 1 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. സിമ്പിൾ അല്ലേ? ഓൺ ടു ആണോ എന്ന് കൂടെ നോക്കാനുണ്ട് അല്ലേ? ഓൺ ടു ആണോ നോക്കണമെങ്കിൽ y is equal to x minus 2 divided by x minus 3. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടണം? x ഈക്വൽ ടു എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് ഫംഗ്ഷനെ കിട്ടണം. അപ്പോൾ നോക്കുക, yx മൈനസ് 3y ഈക്വൽ ടു എക്സ് മൈനസ് 2. നമുക്ക് എന്താ വേണ്ടത്? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ രീതിയിൽ കിട്ടണം. അപ്പോൾ ഇവിടെയുള്ള എക്സിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക. yx മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 3y. ഇനി എക്സ് എടുക്കുക. അപ്പോൾ y മൈനസ് 1 ഈക്വൽ ടു 3y മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, എനിക്ക് വേണ്ടത് എന്താണ്? എക്സ് ഈക്വൽ ടു അല്ലേ 3y മൈനസ് 2 ഡിവൈഡഡ് ബൈ y മൈനസ് 1. അപ്പോൾ നോക്കിക്കേ, നമ്മളിവിടെ ഇതാണ് നമുക്ക് സംഭവം കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ സാധനം നമ്മുടെ ഇതിൽ ഡിഫൈൻഡ് ആണോ നോക്കുക. നമ്മുടെ ഫംഗ്ഷൻ നോക്കിക്കേ, എഫ് ഫ്രം എ ടു എഫ് ഫ്രം എ ടു ബി ആണല്ലേ. എ ടു ബി ആണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു? എ ടു ബി ആയി ഡൊമൈൻ ഇതായതുകൊണ്ട് ഓൾറെഡി 3 ഒക്കെ മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് തന്നത്, നമുക്ക് ഡിഫൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? തല തിരിച്ച് കണ്ടുപിടിച്ചു. എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ബിയിൽ നിന്ന് എയിലേക്കാണ് അല്ലേ? ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ബിയിൽ നിന്ന് എയിലേക്കാണ്. ഫംഗ്ഷൻ ഈ തന്നിരിക്കുന്നത് സാധനം ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ബിയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻഡ് ആയിരിക്കുമോ? ബി തന്നേക്കുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് 1 മൈനസ് ചെയ്തിരിക്കുന്നതാണ്. ഡിഫൈൻഡ് ആയിരിക്കില്ലേ? ഇവിടെ 1 വന്നാലേ പ്രശ്നമുള്ളൂ. 1 എന്ന് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 വരും. ഡിവിഷൻ ബൈ 0 പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഡിഫൈൻ. നിങ്ങൾക്ക് അതൊക്കെ പ്ലസ് മണി നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? റിയൽ നമ്പേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഡൊമൈൻ ഇതിന് ഫേവറബിൾ ആണ് അല്ലേ? ബാക്കി ഏത് എലമെൻറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? R മൈനസ് സെറ്റ് 3യിലുള്ള എലമെൻറ്റ് കിട്ടും. സേഫ് ആണ്. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ് എന്ന് കിട്ടി. ഓൺ ടു ആണ് എന്ന് കിട്ടി. ഓക്കെ, 1 1 ആണ്, ഓൺ ടു ആണ്. അപ്പോൾ എന്തായി? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയി. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവേർട്ടിബിൾ ആണ് അല്ലേ? ഇൻവേർട്ടിബിൾ ആണ്. ഇൻവേർട്ടിബിൾ ആണ്. എങ്ങനെയാണ് മക്കളെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? ഇപ്പോൾ ഓൺ ടു ആണെന്ന് കണ്ടുപിടിച്ചതാ, ഇവിടെ വരെ സ്റ്റെപ്പ് എത്തിച്ച് വെച്ചിട്ടില്ലേ? ഇതാണ് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ്. എന്ത് ചെയ്യുക? അതായത് ഇവിടെ നിന്ന് ഈ വൈക്ക് പകരം എന്ത് തന്നെ കൊടുക്കുക? എക്സ് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x മൈനസ് 2 ബൈ എക്സ് മൈനസ് 1. ഇതാണ് ഇൻവേഴ്സ്. ക്ലിയർ ആയോ? ഇത്രയുമാണ് നമുക്ക് മേജറായിട്ടും ഈ ചാപ്റ്ററിൽ
പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ 1-1 ഫംഗ്ഷൻ എന്താണ്, ഓൺ-ടു ഫംഗ്ഷൻ എന്താണ്, കോമ്പോസിഷൻ എന്താണ്, അതുപോലെ തന്നെ ഇൻവേഴ്സ് എന്താണെന്ന് പഠിച്ചു. ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ഇൻവേർട്ടിബിൾ ആണ്, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ബൈജക്റ്റീവ് ആണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇക്വാലൻസ് റിലേഷൻ എന്താണ്, അതിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ മേജറായിട്ട് നമുക്ക് പഠിക്കാൻ. പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ല മിടുക്കന്മാരായിട്ട് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിച്ചിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്.